എല്ലാ വീഡിയോയുടെയും തുടക്കത്തിലും ഇടയ്ക്കും അവസാനവും ഞാൻ പറയുന്നതാണ്, ഇതൊരു ഗെയിമായിട്ടാണ് കാണേണ്ടത്. ആ ഗെയിമിലുള്ള കണ്ടസ്റ്റൻസിനെയാണ് നമ്മൾ കാണേണ്ടത്, അവരുടെ സ്ട്രാറ്റജി ആയിട്ടാണ് അതിനെ കാണേണ്ടത്, ഒരുപാട് പേഴ്സണലായിട്ട് എടുക്കരുതെന്ന്. പക്ഷേ ഇന്നത്തെ ഒരു എപ്പിസോഡിൽ ഇവർ പലരും കാണിച്ചു കൂട്ടിയിട്ടുള്ളതും വിളിച്ചു പറഞ്ഞതുമായിട്ടുള്ള കാര്യങ്ങൾ എടുത്തു വെച്ച് നോക്കുമ്പോൾ ഇത് അവരുടെ സ്ട്രാറ്റജി ആണ് എങ്കിൽ, ഇതവരുടെ ഗെയിമാണെങ്കിൽ, ദ ചീപ്പസ്റ്റ് ഗെയിം എവർ എന്ന് ഇതുവരെ ഉള്ളത് വെച്ചിട്ട് ദി ചീപ്പസ്റ്റ് ഗെയിം എവർ എന്ന് വിളിക്കാൻ തോന്നുന്ന അത്രയും മോശം പരാമർശങ്ങളാണ് ഈ ടീമിലെ പല ആൾക്കാരുടെയും ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത്. അതിലൊന്നാമത്തെ പൊസിഷനിൽ ഷാനവാസ് വരുന്നുണ്ട്. രണ്ടാം സ്ഥാനം വേറെ എങ്ങോട്ടും പോകുന്നില്ല, അനുമോള് കട്ടയ്ക്ക് കൂടെയുണ്ട്. പിന്നെ ഏറെയും കുറഞ്ഞും വേറെ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ലാലേട്ടൻ്റെ ഒരു സിനിമയിൽ പറയുന്ന പോലെ ഫാമിലിയെ തൊട്ടാണ് കളിക്കുന്നത്. അത് വളരെ 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 ചീപ്പായിട്ടുള്ള കാര്യമാണ്. ബിഗ് ബോസ് സീസൺ 7 ഡേ 15 15ാമത്തെ ദിവസം ആരംഭിക്കുകയാണ്. 15 ദിവസമേ ആയിട്ടുള്ളൂ. അപ്പം തന്നെ ഒരു ആർഗ്യുമെൻറ്റ് മുന്നോട്ട് വെക്കാനില്ലാതെ ഓരോരുത്തർ അങ്ങോട്ടും ഇങ്ങോട്ടും വീട്ടിലിരിക്കുന്നവരെയും ഔട്ടായി പോയ കണ്ടസ്റ്റൻസിനെയും കുറിച്ച് ഉള്ളതും ഇല്ലാത്തതൊക്കെ വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ ആ വീട്ടിലിരുന്ന് കാണുന്ന ആളുകളുടെ അവസ്ഥ എന്താണ് എന്ന് ചിന്തിക്കാനുള്ള മിനിമം കോമൺ സെൻസ് ഈ കണ്ടസ്റ്റൻസ് കാണിക്കണം. ഇവർ ഈ കാണിച്ചു കൂട്ടുന്നതും വിളിച്ചു പറയുന്നതുമായ വൃത്തികേട് മുഴുവൻ എയർ ചെയ്യുന്നതിന് മുമ്പ് ബിഗ് ബോസ് അത് ചിന്തിക്കണം. അത് എയർ ചെയ്യുന്നതിന് മുമ്പ് ഏഷ്യാനെറ്റ് അത് ചിന്തിക്കണം. ഒരു കുടുംബമൊക്കെ അല്ലടോ, ഗർഭിണിയായിട്ടുള്ളൊരു സ്ത്രീ അടക്കമാണ് ഇവർ ഈ ടാർഗറ്റ് ചെയ്ത് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ദാറ്റ്സ് നോട്ട് ഫെയർ. സദാചാരത്തിൻ്റെയോ എന്ത് തേങ്ങാക്കൊലയുടെ ഒരു അളവുകോൽ എടുത്ത് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇറ്റ്സ് നോട്ട് ഫെയർ. ആ സംസാരം ഉണ്ടാകുമ്പോൾ ബിഗ് ബോസ് വിലക്കണമായിരുന്നു. അവരെ കൺഫെഷൻ റൂമിലേക്ക് വിളിച്ച് പറയണമായിരുന്നു, നിനക്കൊക്കെ എന്ത് ഗെയിം വേണമെങ്കിലും ആവാം, അവിടെയുള്ള കാര്യങ്ങൾ വെച്ച് സംസാരിക്കാം, പക്ഷേ പുറത്തിറങ്ങിപ്പോയവരെക്കുറിച്ചും, അതായത് ഈ ഗെയിമിൻ്റെ ഭാഗമല്ലാത്ത ആളുകളെക്കുറിച്ചും വീട്ടിലിരിക്കുന്ന ആൾക്കാരെ ടാർഗറ്റ് ചെയ്തുള്ള സംസാരം ഉണ്ടാവരുതെന്ന്. അത് ഉണ്ടായി കണ്ടില്ല. വളരെ 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 മോശം. ബിഗ് ബോസ് സീസൺ 7 മലയാളത്തിൻ്റെ 15ാമത്തെ ദിവസം ആരംഭിക്കുമ്പോൾ 8 മണിക്കാണ് അവരെല്ലാവരും ഡാൻസ് കളിക്കുന്നത്. ഞാൻ ആക്ച്വലി ആലോചിച്ചു 6 മണിക്കെന്ന് പറഞ്ഞ് കഴിഞ്ഞ ദിവസം ഒരു ഓഡിയൻസ് പോളൊക്കെ നടത്തിയതല്ലേ, അതൊരു ഒറ്റ ദിവസത്തേക്ക് ഉണ്ടായിരുന്നുള്ളൂ. അത് കണ്ടിന്യൂ ചെയ്യായിരുന്നെങ്കിൽ കുറച്ചും കൂടി ആൾക്കാരുടെ ഒരു ഫ്രസ്ട്രേഷൻ പരിപാടികൾ പുറത്തേക്ക് വരുമായിരുന്നു. അതുമാത്രമല്ല, അർദ്ധരാത്രി ഇരുന്ന് ഈ വൃത്തികേട് ചർച്ച ചെയ്യുന്ന പരിപാടി ഒന്ന് കുറഞ്ഞു കിട്ടിയാനെ. വെളുപ്പിന് എണീക്കുമ്പോൾ കുറച്ച് നേരത്തെ കിടന്നുറങ്ങിക്കോളുമല്ലോ. കിച്ചണിലാണ് ബിഗ് ബോസ് സീസൺ 7 മലയാളത്തിൻ്റെ 15ാം ദിവസത്തെ ആദ്യ തടി പൊട്ടുന്നത്. അത് നൂറയാണ് ആരംഭിക്കുന്നത്. സംഭവം വളരെ സിമ്പിളാണ്. നമ്മുടെ നെവിൻ കഴിഞ്ഞ ആഴ്ച ലാലേട്ടൻ വന്ന് സംസാരിച്ച സമയമടക്കം കള്ളത്തരത്തിന് പേര് കേട്ടിട്ടുള്ള ഒരാളാണ്. പക്ഷേ അയാളെ കിച്ചൺ ടീമിൽ ഇടുന്ന സമയത്ത് അയാൾ കള്ളത്തരം കാണിക്കുമ്പോൾ അത് നമ്മൾ പിടിക്കണം. പ്രത്യേകം, അതായത് ആ ഉത്തരവാദിത്തത്തിൽ നിന്നും അയാൾ മോഷണം നടത്തുകയാണെന്നുണ്ടെങ്കിൽ അയാളെ ശിക്ഷിക്കണം, കാര്യമായിട്ട് തന്നെ ശിക്ഷിക്കണം. പക്ഷേ അയാൾ മോഷണം നടത്തിയിരുന്നു എന്നുള്ളതുകൊണ്ട് അയാൾ എന്ത് തൊട്ടാലും കള്ളത്തരമാണ് എന്ന് ചിന്തിക്കാൻ പാടില്ലല്ലോ. നൂറ നെവിൻ ഓറഞ്ചോ അങ്ങനെ എന്തോ എടുത്ത് എല്ലാവർക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നൊരു സമയമാണ്. ആ സമയത്ത് നെവിൻ അത് തൊടുമ്പോൾ ഏതാണ്ട് മോഷ്ടിക്കാൻ നോക്കുന്നത് പോലെ എന്ന് പറഞ്ഞ് നൂറ അതിൽ ഇടപെടുന്നുണ്ട്. നൂറ അതിൽ ഇടപെടുമ്പോൾ ഞാൻ ആലോചിക്കുന്നത്, കഴിഞ്ഞ ആഴ്ച നെവിൻ കട്ട് നിന്ന തക്കാളിയുടെ ഷെയർ എടുത്തതിന് ശേഷം നീ ചെയ്യുന്നത് ശരിയല്ല എന്ന് പറഞ്ഞിട്ട് പോയതാണ്. ലാലേട്ടൻ അത് പ്രത്യേകം പറഞ്ഞു. അതുപോലെ നൂറയുടെ ശബ്ദം അവിടെ കേൾക്കുന്നില്ല എന്ന് പറഞ്ഞു. നൂറയ്ക്ക് ചിലപ്പോൾ പെട്ടെന്ന് കിട്ടിയൊരു കാരണം അതായിരിക്കും. പക്ഷേ ഒരിക്കലൊരു കുറ്റം ചെയ്തു എന്ന് പറയുന്ന ഒരാളെ പിന്നീട് ജീവിതകാലം മുഴുവൻ നമ്മൾ അങ്ങനെ കാണുക എന്ന് പറയുന്നത് ശരിയായിട്ടുള്ളൊരു കാര്യമല്ലോ. നമ്മുടെ സമൂഹത്തിലും അതിൻ്റെ റിഫ്ലക്ഷൻസ് ഉണ്ട്. അത് തന്നെ അവിടെ പ്രതിഫലിച്ചു എന്നേ ഉള്ളൂ. അത് നെവിൻ ശക്തമായിട്ട് തന്നെ പ്രതികരിച്ചിട്ടുണ്ട്. അങ്ങനെ പ്രതികരിക്കണം എന്ന് തന്നെയാണ് ഞാനും മനസ്സിലാക്കുന്നത്. അത് കഴിഞ്ഞ് അനുമോൾ ആര്യനെ വെച്ചുകൊണ്ട് കുറച്ച് ചിരി രംഗങ്ങൾ ഉണ്ടാക്കാനുള്ള ശ്രമങ്ങളുണ്ട്. ആര്യൻ്റെ അടുത്ത് നീ തമാശ കളിക്കരുതെന്നോ അങ്ങനെയൊക്കെ പറഞ്ഞ് അത് കഴിഞ്ഞ് അവർ ഒരുമിച്ച് ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്, പൊട്ടി ചിരിക്കുന്നുണ്ട്. അതുപോലെ ആര്യൻ്റെ തലയിൽ ഗാർബേജ് ബാഗ് എടുത്ത് കെട്ടി വെച്ചിട്ട് അനുമോൾ അത് കണ്ട് ചിരിക്കുന്നു, തറയിൽ വീണ് കിടന്ന് ചിരിക്കുന്നു. അങ്ങനെ വൻ ചിരികളൊക്കെ ആയിട്ട് ആ ചിരിയുമായി പുറത്തിറങ്ങി 4 പേര് എല്ലാം ഇൻട്രാക്ട് ചെയ്യുന്ന ഒരു കണ്ടന്റ് ക്രിയേഷൻ ആയിരിക്കും അവർ ഉദ്ദേശം ഉണ്ടാവുക. പക്ഷെ പുറത്തേക്ക് ഇറങ്ങിയ സമയത്ത് ഓൾറെഡി അക്ബറും അപ്പാനി ശരത്തും ഒക്കെ ഉൾപ്പെടുന്ന ഒരു ഗ്യാങ്, അതിൽ ഷാരിക വരുന്നുണ്ട്, സരിക വരുന്നുണ്ട്, ബിന്നി വരുന്നുണ്ട്, ഇവരെല്ലാവരും പുറത്തിരിപ്പുണ്ടായിരുന്നു. അപ്പോൾ ആര്യനും അനുമോളും ഈ ഒരു ഗെറ്റപ്പിൽ പുറത്തിറങ്ങി അങ്ങോട്ടും ഇങ്ങോട്ടും 3 പ്രാവശ്യം ഉലാത്തിയെങ്കിലും അവരാരും ഇത് മൈൻഡ് ചെയ്തില്ല. അവരെല്ലാം ഓൾറെഡി പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു നമ്മൾ സ്ക്രീൻ ടൈം കൊടുക്കില്ല എന്നുള്ളത്. അത് സ്വാഭാവികമായും അനുമോൾക്ക് കൊണ്ടിട്ടുണ്ടാവും. എന്തായാലും അതിനുശേഷം അനുമോളും ആദിലയും തമ്മിലുള്ള ഒരു കോൺവെർസേഷൻ നടക്കുന്നുണ്ട്. അവിടെ ആദില ചോദിക്കുന്നുണ്ട്, ഒരു പ്രത്യേക ചിരി കാണുന്നുണ്ടല്ലോ എന്ന്. അപ്പോൾ അനുമോൾ ചോദിക്കുന്നത് ആർക്ക്, അവനാ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആദില പറയുന്നത് അവനല്ല, നിനക്ക് എന്നാണ് പറയുന്നത്. അയ്യോ അങ്ങനെയൊന്നുമില്ല, അവൻ ചെറിയ പയ്യൻ, അവൻ 23 വയസ്സേ ഉള്ളൂ എന്നൊക്കെയാണ് അനുമോൾ തിരിച്ചു പറയുന്നത്. മാത്രമല്ല അനുമോൾ പറയുന്നത് എനിക്കൊരു ലവ് ഗെയിമിൽ ലവ് സ്ട്രാറ്റജിക്ക് താല്പര്യമില്ല എന്നുള്ളതാണ്. അതിനെ പറ്റി ആരും ഇപ്പോൾ ഇവിടെ ഇല്ല എന്നാണ് പറയുന്നത്. അപ്പോൾ അതിൽ പറയുന്നത് വരുമായിരിക്കും എന്നൊക്കെയാണ് എനിക്ക് തോന്നുന്നത്. വൈൽഡ് കാർഡ് എൻട്രിയെ സൂചിപ്പിച്ചുകൊണ്ടായിരിക്കും അവർ സംസാരിച്ചിട്ടുണ്ടാവുക. അപ്പോൾ അനുമോളുടെ നാണം കുണുങ്ങിയുള്ളൊരു ചിരി നമ്മൾ കാണുന്നുണ്ട്. ലവ് സ്ട്രാറ്റജി ഇഷ്ടമല്ല, അത് ചെയ്യില്ല എന്ന് പറഞ്ഞിട്ടുള്ള ഒരാൾക്ക് വൈൽഡ് കാർഡിൽ ഒരു എൻട്രി വരുന്നു എന്ന് പറയുമ്പോൾ ഇത്രയും നാണം തോന്നേണ്ട ആവശ്യം എന്താണെന്നുള്ളത് എനിക്ക് മനസ്സിലായില്ല. പക്ഷേ നല്ല നാണമായിരുന്നു. പിന്നീട് അങ്ങോട്ടാണ് ഗെയിമിൽ ആ സാധനം കാണാൻ പറ്റാതെ പോയത്. ആ ചർച്ചയിലേക്ക് ആദിലയും അനുമോളും തമ്മിൽ ഇരുന്ന് സംസാരിക്കുന്ന ചർച്ചയിലേക്ക് ആര്യൻ കൂടി വന്ന് ജോയിൻ ചെയ്യുന്നുണ്ട്. ആ കോൺവെർസേഷൻ അങ്ങനെ അങ്ങോട്ട് പൊങ്ങി വരണ്ട എന്നൊരു ചിന്തയുള്ളതുകൊണ്ടാണോ എന്നറിയില്ല. അപ്പാനി ശരത്തും അക്ബറും സരികയും ഷാരികയും ബിന്നിയും ഒക്കെ ഇരിക്കുന്ന ആ ഗ്രൂപ്പ്
സെറ്റപ്പ് അവർ ശാരികയും സരികയും തമ്മിലുള്ള ഒരു ഇൻ്റർവ്യൂ മോഡലിൽ ഒരു കണ്ടൻറ് അവിടെ ഉണ്ടാക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ ശാരിക പുറത്ത് ചെയ്തിരുന്ന ആ ആങ്കർ ചെയ്തിരുന്ന ഷോയുടെ ഒരു സ്വഭാവം വെച്ചുകൊണ്ട് ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആളെ മാക്സിമം അൺകംഫർട്ടബിൾ ആക്കുന്ന ചോദ്യങ്ങൾ ചോദിക്കുക. അപ്പോൾ സരിക ഇവിടുന്ന് പുറത്തിറങ്ങിയതിന് ശേഷം കൊടുക്കുന്ന ഇൻ്റർവ്യൂ എന്നുള്ള രീതിയിലാണ് അവർ ചോദ്യം ചോദിക്കുന്നത്. ശാരികയുടെ ഇൻ്റർവ്യൂ എനിക്ക് വളരെ ഡിസ്റ്റർബിംഗ് ആയിട്ടാണ് ഫീൽ ചെയ്തിട്ടുള്ളത്. അതേ ചോദ്യങ്ങൾ തന്നെയാണ് ഇവിടെയും ചോദിക്കുന്നത്. പക്ഷേ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഇത് എൻജോയ് ചെയ്യുന്നൊരു രീതിയിലാണ് പൊയ്ക്കൊണ്ടിരുന്നത്. ബാക്കിയുള്ളവരും അതിനെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. ഞാൻ അതിനെ നോക്കിക്കണ്ടത് അവരുടെ ഇൻ്റർവ്യൂവിൻ്റെ ഒരു കാര്യം അവരവിടെ ചെയ്തു എന്നുള്ളത് കൂടാതെ ഈ പുറത്തിറങ്ങി കഴിഞ്ഞാൽ നമ്മുടെ ഓൺലൈൻ മീഡിയക്കാരും ഇൻ്റർവ്യൂക്കാരും ഒക്കെ ഇവരോട് ചോദിക്കുന്ന കുറേ ചോദ്യങ്ങളൊക്കെ ഉണ്ട്. ശാരികയുടെ ഒരു ടോക്ക് ഷോയിൽ ചിലപ്പോൾ ഇങ്ങനെയായിരിക്കും ചോദിക്കുക, ഇതേ ചോദ്യം, ഒരു മാറ്റവും ഇല്ലാതെ ഇതേ ചോദ്യം വേറെ ചില ഓൺലൈൻ മീഡിയക്കാർ ചോദിക്കുക. അവിടെയുള്ള ബിഗ് ബോസ് ഹൗസിലുള്ള ആൺ പെൺ സൗഹൃദങ്ങളെക്കുറിച്ച് അത്തരം പല വിവാദങ്ങളും ഉണ്ടായിരുന്നല്ലോ, അതിനെക്കുറിച്ചൊക്കെ എന്താണ് പറയാനുള്ളത് എന്നിങ്ങനെ ഒന്ന് സൂചിപ്പിച്ച് ചോദിക്കും. സംഭവം അതൊക്കെ തന്നെ. അപ്പോൾ അതിനെയൊക്കെ ട്രോൾ ചെയ്യുന്നു എന്നുള്ള രീതിയിൽ ഞാൻ അതിനെ നോക്കി കണ്ടപ്പോൾ അവരെല്ലാവരും അത് എൻജോയ് ചെയ്യുന്നു എന്നുള്ളത് കണ്ടപ്പോൾ അങ്ങനെ ഗ്രൂപ്പായിരുന്നുകൊണ്ട് എല്ലാവർക്കും പരസ്പരം ജഡ്ജ് ചെയ്യാതെ പരസ്പരം ഹേർട്ട് ചെയ്യാതെ എന്തെങ്കിലുമൊക്കെ സംസാരിച്ചിരിക്കാൻ പറ്റുന്ന ഒരു നല്ല കാര്യമാണല്ലോ. ചോദ്യങ്ങൾ വളരെ മോശമായിരുന്നെങ്കിൽ പോലും. അപ്പോൾ ആ ആക്ടിവിറ്റി അങ്ങനെ പോയി. അതുകൊണ്ട് തന്നെ അനുമോൾ, ആര്യൻ, ആദില ഡിസ്കഷൻ ഒരു വൻ ടോപ്പിക്കായി മാറിയില്ല. പക്ഷെ അത് കഴിഞ്ഞിട്ടാണ്, ഈ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടാണ് സരികയ്ക്ക് തോന്നുന്നത് അങ്ങനെയുള്ള ചോദ്യങ്ങളെ ഞാൻ ചിരിച്ചുകൊണ്ട് നേരിട്ടു, അതുപോലെ ആ ചോദ്യങ്ങളൊക്കെ ഭയങ്കര മോശമായി പോയില്ലേ, ആൺകുട്ടികളായിട്ട് ഇവിടെ ഇരുന്നും കിടന്നും എന്നൊക്കെ പറയുന്ന പോലത്തെ പ്രയോഗങ്ങൾ വരുമ്പോൾ അത് പുറത്തെങ്ങനെയാണ് റീഡ് ചെയ്യുക. അവർ ശരിക്കും വളരെയധികം അവരുടെ ഫാമിലി വാല്യൂസിനോട് ചേർന്ന് നിൽക്കുന്ന, നമ്മൾ ഈ കുലസ്ത്രീ എന്നൊക്കെ പറയുന്ന ആ ഒരു നമ്മൾ നെഗറ്റീവായും കളിയാക്കാനും ഒക്കെ ഉപയോഗിക്കുമ്പോഴും അവർ വേറെ ആരുടെയും മെക്കിട്ട് കയറാത്തിടത്തോളം അവർ ജീവിക്കുന്നൊരു ജീവിതമുണ്ട്, അതിൽ അവർ വളരെ ഹാപ്പിയാണ്. അപ്പോൾ ആ ഒരു ഹാപ്പി ആയിട്ടുള്ളൊരു ഫാമിലി ലൈഫ് അതിനെ ബ്രേക്ക് ചെയ്യുന്ന, അതിനെ എന്താ പറയുക ടെൻഷൻ ആക്കുന്ന ഒരു കാര്യവും അവർക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാകും. ആദ്യം ഒരു രസത്തിന് ഇരുന്നു എന്നുള്ളത് കഴിയുമ്പോൾ സ്വാഭാവികമായും അവർക്ക് തോന്നും ഇത് എങ്ങാനും പുറത്തിരിക്കുന്ന ഹസ്ബൻഡിനോ അല്ലെങ്കിൽ മറ്റു ബന്ധുക്കൾക്കോ ഒക്കെ മാനസികമായ ബുദ്ധിമുട്ടുണ്ടാക്കിയാലോ എന്നുള്ളത്. മാത്രമല്ല ഈ ബിഗ് ബോസിൽ നിന്ന് പുറത്തിറങ്ങിയതിന് ശേഷമുള്ള ചില ആളുകളൊക്കെ ഡിവോഴ്സ് ആയിപ്പോയിട്ടുള്ള കാര്യങ്ങളുണ്ട്. അപ്പം അങ്ങനെയുള്ള എല്ലാം കൂടി ചേർത്ത് വെക്കുമ്പോൾ സ്വന്തം ജീവിതത്തെ അത്രയധികം സ്നേഹിക്കുന്ന, അതിനെ ആ ഒരു രീതിയിൽ നോക്കിക്കാണുന്ന, വളരെ ഫ്രജൈൽ എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ അവർ കടന്നു വന്നിട്ടുള്ള വഴിയിൽ അനുഭവിച്ചിട്ടുള്ള പെയിനും കാര്യങ്ങളും കൊണ്ട് അവർക്ക് ഹസ്ബൻഡിനോടുള്ള വല്ലാത്തൊരു അറ്റാച്ച്മെൻറ്റ് ഉണ്ട്. അപ്പോൾ അത് ബ്രേക്ക് ആവും തോന്നി ഇവർക്ക് ഭയങ്കര സങ്കടവും. അപ്പോൾ അതിനെക്കുറിച്ച് അക്ബർ ഇരിക്കുന്ന സമയത്ത് ഇവരിങ്ങനെ സംസാരിക്കുന്നുണ്ട്. രേണു അപ്പുറത്ത് വെറുതെ ഇരിപ്പുണ്ട്. ആ സമയത്ത് ബിന്നി ഓറഞ്ചിൻ്റെ തൊലി എന്തോ വിളിച്ചുകൊണ്ട് ഇങ്ങനെ വരികയാണ്. അപ്പോൾ അക്ബറിൻ്റെ അടുത്ത് അതിങ്ങനെ പറഞ്ഞത് ശരിയായില്ലല്ലോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അക്ബർ തിരിച്ച് പറയുന്നത് ഇവിടെയുള്ള ആണുങ്ങളെ മയക്കാനുള്ള വശ്യതയൊന്നും നിങ്ങളുടെ കയ്യിലില്ല എന്നുള്ളതാണ്. ഒരു ഫൺ ആംഗിളിലാണ് പറയുന്നത്. പക്ഷേ സരികയ്ക്ക് ഇത് ഭയങ്കരമായിട്ട് ബാധിക്കപ്പെടുന്നുണ്ട്. പിന്നീടാണ് അതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് നമ്മൾ കാണുന്നത്. പക്ഷേ അതിലേക്ക് എത്തുന്നതിന് മുമ്പ് കിച്ചണിൽ അടുത്ത ബഹളമുണ്ടാവുകയാണ്. അവിടെ റെന ഫാത്തിമയാണ് വന്ന് സ്കോർ ചെയ്യുന്നത്. ഞാൻ ആ വാക്ക് തന്നെ പറയും, ഗംഭീരമായിട്ട് റെന ഫാത്തിമ വന്ന് സ്കോർ ചെയ്തിട്ടുണ്ട്. റെന ഇതിന് ശേഷം ജിസേലിനോടൊക്കെ ചെന്ന് പറയുന്നുണ്ട് അതായിരുന്നു എൻ്റെ സ്ട്രാറ്റജി, അവൾക്ക് ട്രിഗറായി എന്ന് തന്നെ പറയുന്നുണ്ട്. ട്രിഗർ ചെയ്യാൻ വേണ്ടി തന്നെയാണ് റെന ഫാത്തിമ പോയത്. ആ ടാസ്കിൽ അവർ ഗംഭീരമായിട്ട് വിജയിക്കുന്നുണ്ട്. അനുമോളുടെ ഈഗോ ഭയങ്കര ഫ്രജൈലായിട്ടിരിക്കുകയാണ്. ആര് തൊട്ടാലും ഇപ്പോൾ ആളിക്കത്തും എന്ന് പറയുന്ന ഒരു അവസ്ഥയിൽ നിൽക്കുകയാണ്. അതിനെ നല്ല രീതിയിൽ തന്നെ റെന ഫാത്തിമ ഡീൽ ചെയ്തു എന്ന് എനിക്ക് തോന്നി. ഈ ബിഗ് ബോസ് ഹൗസിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആളുകൾ പോയി ചൊറിയുന്നത് ആദ്യമായിട്ടൊന്നുമല്ല. നമ്മളത് കാണുമ്പോൾ ചിലതൊക്കെ എന്താ ആവശ്യമില്ലാത്ത ചൊറിച്ചിലാണ് എന്നൊക്കെ നമുക്ക് തോന്നും. പക്ഷേ ഈ ചൊറിയൽ പരിപാടി കഴിഞ്ഞ ശേഷം റെന ഫാത്തിമ വളരെ കോൺഫിഡൻ്റ് ആയിട്ട് ആത്മാർത്ഥമായിട്ട് തുറന്നു പറയുന്നുണ്ട്, ഞാൻ ട്രിഗർ ചെയ്യാനാണ് പോയത്, അതാണ് എൻ്റെ ഗെയിം, ആ ഗെയിമിൽ അനുമോൾ വീണുപോയി എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ആ ഒരു ചൊറിയലിനെ എനിക്കൊരു പോസിറ്റീവായിട്ട് ഫീൽ ചെയ്യുന്നത്. എന്തായാലും റെന ഫാത്തിമ അവിടെ ചെന്നിരിക്കുന്ന സമയത്ത് അനുമോൾ ഭയങ്കര ഡിസ്റ്റർബ്ഡ് ആവുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും ചോദ്യവും പറച്ചിലുണ്ടാവുന്നു. ആ വഴക്കിൻ്റെ ഇടയിൽ അപ്പാനിശരത്ത് വരുന്നുണ്ട്, എന്താ പറയുക, ഒരു ലൂസായിട്ടുള്ളൊരു സപ്പോർട്ട്, അതായത് ഫുൾ സപ്പോർട്ടൊന്നുമല്ല, ലൂസായിട്ടുള്ളൊരു സപ്പോർട്ട് അനുമോൾക്ക് കൊടുക്കുന്ന രീതിയിലാണ് അപ്പാനിശരത്ത് വരുന്നത്. അതിനുശേഷം അപ്പാനി മാറിയതിന് ശേഷം ഇവരുടെ ഇടയിൽ വീണ്ടും അത് ഒന്നും കൂടി ഒന്ന് ചൂടാവുന്നുണ്ട്. ആ സമയത്ത് അപ്പാനി വന്നിട്ട് നീ കുറേ നേരമായി ക്ഷമയ്ക്കൊരു അതിരുണ്ട് എന്നൊക്കെ പറഞ്ഞൊരു പെർഫോമൻസ് നടത്തുന്നുണ്ട്. പക്ഷേ റെന ഫാത്തിമയുടെ അടുത്ത് ആ അപ്പാനി ഐറ്റം ഒന്നും ഏക്കില്ല എന്നുള്ളത് റെനയുടെ പെർഫോമൻസിൽ നിന്ന് വ്യക്തമായിരുന്നു. അത് കഴിഞ്ഞിട്ട് നെവിൻ അനുമോളുടെ പുറകെ ഇങ്ങനെ പാസ് ചെയ്ത് പോകുന്നുണ്ട്. ആ പാസ് ചെയ്ത് പോകുന്ന സമയത്ത് എന്തിനാണ് ഇങ്ങനെ ചൂടാവുന്നത്, കാര്യമൊക്കെ പറഞ്ഞാൽ പോരെ എന്നാണ് ചോദിക്കുന്നത്. അപ്പോഴാണ് അനുമോൾ പറയുന്നത് എനിക്കങ്ങനെ സൂചിപ്പിക്കാനൊന്നും അറിയില്ല. അപ്പോൾ നെവിൻ പറഞ്ഞു അതൊക്കെ ഞാൻ കാണുന്നുണ്ട്. സ്വാഭാവികമായും റെന അവിടെ വന്നതിനൊരു പർപ്പസ് ഉണ്ടായിരുന്നു, അവരത് ഏറ്റെടുത്തു. ഞാനും ഇത് വളരെ ക്ലിയർ ആയിട്ട് കാണുന്നുണ്ട് എന്നങ്ങ് പറഞ്ഞു. അപ്പോൾ അനുമോൾ പറയുന്നു ഞാൻ സൂചിപ്പിക്കേണ്ട അടുത്തൊക്കെ സൂചിപ്പിക്കും, എൻ്റെ കൂടെ ചേർന്ന് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ നല്ല സൂചിപ്പിക്കും എന്നുള്ള രീതിയിലാണ് അതിന് മറുപടി കൊടുക്കുന്നത്. എന്തായാലും റെന ഫാത്തിമയ്ക്ക് അറിയാം കുറച്ച് നേരം നിന്ന് ചൊറിഞ്ഞു കഴിഞ്ഞാൽ അനുമോൾ എന്തെങ്കിലുമൊക്കെ ഇതുപോലെ വെളിവുകേട് വിളിച്ച് പറയുമെന്നുള്ളത്. അനുമോൾ അത് പറയുന്നുണ്ട്, ഇങ്ങനെ വെറുപ്പീര് വാങ്ങിച്ചു കൂട്ടല്ലേ മോളെ, നീ ഒരു പെൺകുട്ടിയാണെന്ന് ഓർക്കണം എന്ന് പറയുന്നുണ്ട്.
അപ്പോൾ റെന തിരിച്ചു ചോദിക്കുന്നു, നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ജെൻഡർ കാർഡ് ഇറക്കുന്നത്? വെറുപ്പീര് വാങ്ങി കൂട്ടിക്കഴിഞ്ഞാൽ ഭാവിയിൽ ദോഷം ചെയ്യും എന്നൊക്കെ പറയുന്നത് എനിക്കൊരു സ്റ്റാൻഡേർഡ് സിനിമയിലെ ഭീഷണി ഡയലോഗ് പോലെയാണ് ഫീൽ ചെയ്തത്. ഈ ജെൻഡർ കാർഡ് പരിപാടിയെ ചോദ്യം ചെയ്ത് റെന വീണ്ടും അവിടെ നിൽക്കുന്ന സമയത്ത് അനുമോള് പിന്നെ പറയുന്നത് ഉമ്മയും വാപ്പയും ഒക്കെ പഠിപ്പിച്ചു വിട്ടിരിക്കുന്നത് ഇതാണോ എന്ന് ചോദിക്കുന്നുണ്ട്. അതും വളരെ മോശമായിട്ടുള്ള ഒരു ചോദ്യം ചെയ്യലാണ്. നമ്മളെ മുന്നിൽ നിൽക്കുന്ന ആൾ സംസാരിച്ച് വരുമ്പോൾ നമുക്ക് ന്യായമായി ഒന്നും പറയാൻ കിട്ടാതിരിക്കുകയും എന്നാൽ നമുക്കങ്ങോട്ട് പെരുമാറണമെന്നൊക്കെ പറയുന്ന പോലത്തെ ഇത് ഭയങ്കരമായിട്ട് ഉള്ളിലേക്ക് എടുക്കുന്നതുകൊണ്ടാണ്. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായും വീട്ടുകാരെയൊക്കെ വിളിക്കാൻ വേണ്ടി തോന്നും. റെന ഒരു ഗംഭീര ഡയലോഗ് തിരിച്ചു പറയുന്നുണ്ട്. ഈ ബാക്കിയുള്ളവരുടെ അപ്പനെയും അമ്മയും ഒക്കെ വിളിക്കാൻ വേണ്ടിയിട്ടാണോ ചേച്ചിയുടെ അച്ഛനും അമ്മയും ട്രെയിൻ ചെയ്തിരിക്കുന്നത്? ഇതാണോ നിങ്ങളുടെ വീട്ടിൽ നിന്ന് പഠിപ്പിച്ച് വിട്ടിരിക്കുന്നത്? പുച്ഛം മാത്രം എന്നൊക്കെ റെന പറയുന്നുണ്ട്. റെന ആക്ച്വലി അനുമോളെ ശരിക്കും പഠിച്ചിട്ടാണ് അവിടെ ചെന്നിട്ടുള്ളത്. അനുമോള് വളരെ റിഗ്രസീവായ ഒരുപാട് തോട്ട്സ് കൊണ്ട് നടക്കുന്ന ഒരാളാണ് എന്നുള്ളത് പറയാം. ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം കിട്ടണം, അതായത് ഈ ജെൻഡർ കാർഡ് പരിപാടിയോ അതല്ലെങ്കിൽ ഈ വീട്ടിലിരിക്കുന്നവരെ പറയുക എന്ന് പറയുന്ന പരിപാടിയോ ഇതൊന്നും, അല്ലെങ്കിൽ തല്ലും കൊല്ലും എന്ന് പറയുന്ന ഭീഷണിപ്പെടുത്തലോ എന്തെങ്കിലും ഒരു സാധനം കിട്ടുമെന്ന് റെനയ്ക്ക് നല്ല ഉറപ്പുണ്ടായിരുന്നു. ടാർഗറ്റ് ചെയ്ത് തന്നെയാണ് റെന അവിടെ പോയിട്ടുള്ളത്. 2 പോയിന്റുകൾ വിലപ്പെട്ടതായിട്ട് റെനയ്ക്ക് കിട്ടി. ഇതിൻ്റെ ഇടയിൽ റെന അനുമോളോട് പറയുന്നുണ്ട് പുറത്ത് ഒരുപാട് വോട്ടുണ്ട് എന്നുള്ളതിൻ്റെ അഹങ്കാരം ഇവിടെ കാണിക്കരുത് എന്ന്. അത് കഴിഞ്ഞ് ജിസേലിൻ്റെ അടുത്ത് റെന ഒരു കോൺവെർസേഷനിൽ ഏർപ്പെടുന്ന സമയത്ത് പറയുന്നുണ്ട് അവൾ ട്രിഗർ ആക്കാൻ തന്നെയാണ് ഞാൻ പോയിട്ടുള്ളത്. അതിൻ്റെ കൂടെ നിനക്ക് ഒരുപാട് നെഗറ്റീവ് ക്യാമ്പയിൻ പുറത്ത് നടക്കും എന്നുള്ള രീതിയിൽ ഒരു ഭീഷണി വന്നിട്ടുണ്ട്. കാരണം അനുമോള് PR ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് എനിക്ക് എല്ലാ നെഗറ്റീവ് ഇമേജും വരുമെന്നുള്ളത് അനുമോള് പ്രതീക്ഷിക്കുന്നുണ്ട് എന്നൊക്കെ പറയുന്ന ആ ഒരു കോൺവെർസേഷൻ ജിസേലുമായിട്ട് നടക്കുന്നുണ്ട്. റെന ഫാത്തിമ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം, ഞാൻ കേട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് സൈബർ ബുള്ളിങ് എന്ന് പറയുന്ന പരിപാടിയൊക്കെ അവർ ഒരു റൗണ്ട് കഴിഞ്ഞതാണ്. റെനയെ സംബന്ധിച്ച് അത് ഫേസ് ചെയ്യൽ അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമില്ല. അവരതിനെ ഫേസ് ചെയ്യും, ഓവർകം ചെയ്യുകയും ചെയ്യും. എന്ന് കരുതി സൈബർ ബുള്ളിങ്ങിനെ നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്നില്ല കേട്ടോ, ചെയ്യാതിരിക്കുക. പക്ഷേ അത് വന്നു കഴിഞ്ഞാലും നല്ല സുന്ദരമായിട്ട് ഡീൽ ചെയ്യാൻ പറ്റുന്നുള്ള ഉറപ്പ് റെനയ്ക്കുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അതും കൂടി മനസ്സിൽ വെച്ചിട്ടാണ് അനുമോളുടെ അടുത്തേക്ക് ചെന്നത്. ഈ കോൺവെർസേഷൻ്റെ ഇടയ്ക്ക് ചപ്പാത്തി കള്ളി എന്ന് പറയുന്നൊരു വിളി വന്നത് അനുമോൾക്ക് സഹിക്കാൻ പറ്റിയില്ല. എന്തായാലും ആ സങ്കടം അപ്പാനിച്ചടുത്ത് വന്ന് ചോദിക്കുമ്പോഴും എന്നെ ചപ്പാത്തി കള്ളി എന്ന് വിളിച്ചു എന്ന് പറഞ്ഞ് അവർ പ്രകടിപ്പിക്കുന്നുണ്ട്. അനുമോൾ അതൊന്നും മനസ്സിലാക്കിയിരുന്നെങ്കിൽ അതൊരു രസമുള്ള പേരാണ്, അതിനങ്ങനെ കാണാൻ അവർ പഠിച്ചിരുന്നെങ്കിൽ നന്നായിരുന്നു. എന്തായാലും ഈ ഒരു കോൺവെർസേഷൻ ഇത് മുതിർന്ന നമ്മൾ ഇടപെടണമല്ലോ എന്ന് വിചാരിച്ചിട്ടായിരിക്കും ശാരിക റെനയെ ഉപദേശിക്കാൻ വേണ്ടി ചെല്ലുന്നുണ്ട്. തൊട്ടടുത്ത് ജിസേലും ഇരിപ്പുണ്ടായിരുന്നു. അങ്ങനെ കള്ളി എന്ന് വിളിച്ചതൊക്കെ അവർക്ക് ഭയങ്കര ട്രിഗർ ആയിട്ടുണ്ട്. ഞാൻ ട്രിഗർ ചെയ്യാൻ വേണ്ടിയാണ് ചെയ്തത്, അതാണ് എൻ്റെ ഗെയിം എന്ന് റെന വ്യക്തമായി പറയുന്നുണ്ട്. അപ്പോൾ അവർ ട്രിഗറായിട്ട് അവിടെ ഇങ്ങനെ നടക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. അതിൻ്റെ കൂടെ നെവിനെ കള്ള എന്ന് വിളിക്കുമ്പോൾ ചപ്പാത്തി കള്ളിന്ന് അനുമോളെ വിളിക്കുമ്പോൾ അതിൽ വലിയ പ്രശ്നമൊന്നുമില്ല. പിന്നെ നെവിനെ ഞാൻ കള്ളാന്ന് വിളിച്ചിട്ടില്ല, പക്ഷേ അനുമോളെ ഞാൻ കള്ളിന്ന് വിളിച്ചിട്ടുണ്ട്. അതിൻ്റെ സ്ട്രാറ്റജി ആണെന്ന് റെന പറയുകയും തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ട്രിഗർ ആവുന്നത് എന്ന വ്യക്തമായ ഒരു ചോദ്യം ചോദിക്കുകയും ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഉടനെ നമ്മൾ കാണുന്നത് ബിഗ് ബോസിൻ്റെ നോമിനേഷൻ പ്രക്രിയയാണ്. ആദ്യമേ തന്നെ നോമിനേറ്റ് ചെയ്യപ്പെടാനുള്ള കുറേ കാരണങ്ങൾ ബിഗ് ബോസ് പറയുന്നുണ്ട്. നിങ്ങളൊക്കെ ഗ്രൂപ്പായി തിരിക്കാൻ പോകുകയാണെന്ന് പറഞ്ഞിട്ട് ഒളിച്ചും പാത്തും ഇരിക്കുന്ന ആളുകൾ, ഗ്രൂപ്പായി കളിക്കുന്ന ആളുകൾ, സേഫായി കളിക്കുന്ന ആളുകൾ, അങ്ങനെയൊക്കെയുള്ള കുറച്ച് കാര്യങ്ങൾ ഇന്ന കാരണങ്ങൾ കൊണ്ടൊക്കെ നിങ്ങൾക്ക് നോമിനേറ്റ് ചെയ്യാം കേട്ടോ എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ബിഗ് ബോസ് നോമിനേഷന് വേണ്ടിയിട്ട് ആളുകളെ കൺഫെഷൻ റൂമിലേക്ക് വിളിക്കുകയാണ്. അതിൽ പ്രസക്തമായ ചില നോമിനേഷനുകളുണ്ട്. ജിസേലും അനുമോളും ഇപ്പോഴും കഴിഞ്ഞ ആഴ്ചയിൽ നിന്ന് വിമുക്തരായില്ല എന്നുള്ളത് അല്ല, ഈ ഒരു എപ്പിസോഡ് കാണുമ്പോൾ നമുക്കത് ഈസി ആയിട്ട് മനസ്സിലാവും. എന്തായാലും ജിസേലും അനുമോളും കഴിഞ്ഞ ആഴ്ചയിൽ നിന്ന് വിട്ടുപിടിച്ചിട്ടില്ല. കഴിഞ്ഞ ആഴ്ചയിൽ നടന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞുകൊണ്ട് ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും നോമിനേറ്റ് ചെയ്തിട്ടുണ്ട്. റെന ഫാത്തിമ ഷൈത്തയെ നോമിനേറ്റ് ചെയ്യുന്നത് അനുമോളുടെ PA ആയിട്ട് കാണുന്നു എന്നുള്ളതാണ്. പക്ഷേ ലാലേട്ടൻ വന്നു പോയതിന് ശേഷമുള്ള ഒരു ദിവസം എന്നുള്ള നിലയ്ക്ക് നമ്മൾ ഈ 1 hour എപ്പിസോഡ് എടുത്ത് വെച്ച് നോക്കുമ്പോൾ നമ്മൾ കൂടുതലും ഷൈത്തയെ അനുമോളുടെ ഒപ്പം അല്ലാതെയാണ് കാണുന്നത്. മാത്രമല്ല അനുമോള് പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ട് പോകുമ്പോൾ നീ എന്തിനാ വെറുതെ ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കണേ എന്ന് എല്ലാവരും കേൾക്കെ തന്നെ ഷൈത്യ ചോദിക്കുന്നുണ്ട്. അനുമോള് വീണ്ടും നോമിനേഷൻ്റെ ഭാഗമായിട്ട് ജിസേലിനെ നോമിനേറ്റ് ചെയ്യുമ്പോൾ ചപ്പാത്തി കള്ളി എന്ന് പറയുന്ന പ്രയോഗം എത്രത്തോളം വേദനിപ്പിച്ചു എന്നുള്ളത് നിറ കണ്ണുകളോടെ തന്നെ നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കുന്നുണ്ട്. അഭിലാഷ് പറയുന്ന ഒരു നോമിനേഷൻ റീസൺ, ശരത്തിനെ നോമിനേറ്റ് ചെയ്യുമ്പോൾ അയാൾ പറഞ്ഞ ഒരു റീസൺ എനിക്കത് കുറച്ച് സീരിയസ് ആയിട്ടുള്ളൊരു വിഷയമായിട്ട് തോന്നി. പക്ഷേ അത് 1 hour എപ്പിസോഡിൽ അതിൻ്റെ ശരിക്കുള്ള വിഷയം അവർ ഉൾപ്പെടുത്തിയിട്ടില്ല. കാലിന് വയ്യാത്ത ആളുകളെ കളിയാക്കിക്കൊണ്ടുള്ളൊരു നടത്തവും കാര്യങ്ങളും ശരത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായെന്ന് പറയുന്നു. അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് അഭിലാഷ് ശരത്തിനെ പറഞ്ഞ് മനസ്സിലാക്കുക, അല്ലെങ്കിൽ അഭിലാഷിനെ മനസ്സിലാക്കാൻ പറ്റുന്ന ആളുകൾ, അവിടെയുള്ള സ്ത്രീകളും പുരുഷന്മാരും ആയിട്ടുള്ള എല്ലാവർക്കും ശരത്തിനെ അത് പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കാവുന്നതാണ്. അവർക്ക് കുറച്ച് ഹ്യൂമാനിറ്റേറിയൻ ചിന്തകളും മനസ്സിലാക്കലുകളും ഒക്കെ ഉണ്ടെങ്കിൽ, കാരണം അത് വളരെ മോശമായിട്ടുള്ളൊരു കാര്യമാണ്. ശരത്തിനെ അത് പറഞ്ഞ് മനസ്സിലാക്കി അയാളെ തിരുത്തിക്കുക എന്നുള്ളതാണ് ബിഗ് ബോസ് ഹൗസിലുള്ളവർ ചെയ്യേണ്ടത്. അതൊരു വലിയ വിജയമാവുമായിരുന്നു. അത് കഴിഞ്ഞ് ഒനിയിൽ വന്ന് ശാരികയെ നോമിനേറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ നോമിനേറ്റ് ചെയ്യുന്ന സമയത്ത് ഇയാൾ പറയുന്ന ഒരു ഡയലോഗ്, സ്വന്തമായി ഒരു കഴിവുമില്ല എന്ന് പറഞ്ഞിട്ട് എനിക്ക് പെട്ടെന്ന് നാഗേച്ചിനെയൊക്കെ ഓർമ്മ വന്നു. നിനക്ക് വല്ല കഴിവുണ്ടോ നിനക്ക് എന്ന് പറയുന്ന ആ ഒരു രീതിയിൽ കഴിവുണ്ടോ ഇല്ലയോ എന്നുള്ളത് നോക്കിയിട്ട് നോമിനേറ്റ് ചെയ്യാനല്ല നിങ്ങളവിടെ കൊണ്ടുവന്ന്
ഈ നോമിനേഷൻ കൊടുക്കാൻ പറഞ്ഞിട്ടുള്ളത്. ഗെയിമിനെ കുറിച്ച് പറയുമ്പോൾ ഒരാൾക്ക് കഴിവില്ല എന്ന് പറയുന്നത് അത് ആക്ച്വലി ഒരാളെ പേഴ്സണലി പറയാണ്. അയാൾക്കൊരു കഴിവില്ല എന്ന് പറയുന്നത് മാത്രമല്ല, ഒനീലിന് പൊതുവിൽ ഒരു പുച്ഛഭാവം വളരെ കൂടുതലാണ്. അതിപ്പോൾ റെന ഫാത്തിമയുടെ ഏജ് വെച്ചുകൊണ്ട് ഇപ്പം ജനറേഷന് എന്ത് കഴിവാണ് ഉള്ളത് എന്നൊക്കെ പറയുന്ന ചോദ്യം ചോദിക്കുന്നിടത്തും, ഇപ്പോൾ ഷാരിയയ്ക്ക് ഒരു കഴിവുമില്ല എന്ന് പറയുന്നിടത്തും ഇയാൾ എന്തൊക്കെയോ കഴിവുകളെ കുറിച്ചൊക്കെ വിചാരിച്ചു വെച്ചിട്ടുണ്ട്. ആ കഴിവുകളില്ലാത്തവരെല്ലാം കഴിവുകെട്ടവരാണെന്ന് പറയുന്ന ഒരു വളരെ മോശം പുച്ഛഭാവം അദ്ദേഹത്തിൻ്റെ സംസാരത്തിൽ നിഴലിക്കുന്നുണ്ട്. മാറട്ടെ. തുടക്കത്തിൽ വിചാരിച്ചിരുന്നത് കുറേയൊക്കെ ലോകം കണ്ടിട്ടുള്ള വളരെ പുരോഗമനപരമായി ചിന്തിക്കുന്ന അനീഷിനോട് പുരോഗമനപരമായി സങ്കുചിതമായി ചിന്തിക്കാതെ വിശാലമായൊരു ചിന്തയുടെ ലോകത്തേക്ക് വരൂ എന്നൊക്കെ ഉപദേശിച്ചിട്ടുള്ള ആളാണ് ഒനീൽ. ഒനീലിൻ്റെ അടുത്തുനിന്ന് റീസൺ പറയുമ്പോൾ ഇങ്ങനത്തെ റീസൺസ് ഞാൻ പ്രതീക്ഷിച്ചില്ല. ആര്യൻ വന്നിട്ട് ഷാനവാസിനെയാണ് നോമിനേറ്റ് ചെയ്യുന്നത്. പുള്ളിക്ക് താൻ എന്തോ വലിയ ക്യാപ്റ്റനാണ് എന്ന് പറയുന്ന പോലത്തെ ഒരു തോന്നലുണ്ട് എന്നുള്ളതാണ്. ഈ ക്യാപ്റ്റൻസി ടാസ്ക് വിജയിച്ചതിന് ശേഷം ആര്യൻ ടീമുകളെ ക്രിയേറ്റ് ചെയ്തതും അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു ഡിസ്കഷൻ അവിടെ നടന്നിട്ടുണ്ടായിരുന്നു എന്നുള്ളത് ബാക്കിയുള്ളവരുടെ വർത്തമാനത്തിൽ നിന്ന് മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ ഷാനവാസ് ക്യാപ്റ്റൻസി വെച്ച് മാറിയിട്ടില്ല എന്നുള്ള രീതിയിൽ സംസാരിക്കുകയും ബഹളം വെക്കും. അതൊക്കെ ഇതിൻ്റെ ഒരു കാരണമായേക്കാം. അതുമാത്രമല്ല, ലാലേട്ടൻ ആര്യൻ ക്യാപ്റ്റൻസി ടാസ്ക് ജയിച്ചതിന് ശേഷം പറയുന്നത് ഒരു ക്യാപ്റ്റൻ എന്ന ഭാവം ഇല്ലാതെ, ഒരു അഹംഭാവം ഇല്ലാതെ ഡീൽ ചെയ്യാൻ പറ്റട്ടെ എന്ന് പറയുന്ന ഒരു ആശംസയാണ് കൊടുത്തത്. അതും കൂടി വെച്ചിട്ടായിരിക്കാം ഒരു പക്ഷേ ആര്യൻ ഇങ്ങനൊരു റീസണിലേക്ക് വരുന്നത്. സരികയാണ് പറഞ്ഞതിൽ വളരെ രസകരവും എന്നാൽ വളരെ സത്യസന്ധവുമായിട്ടുള്ള ഒരു കാരണം പറഞ്ഞത്. രേണുവിനെയാണ് സരിക നോമിനേറ്റ് ചെയ്യുന്നത്. ഞാൻ തന്നെ ഇടയ്ക്ക് കട്ടിലടുത്ത് കിടക്കുന്ന രേണുവിനെ നോക്കും എന്ന് പറയുമ്പോൾ അത്രയും അവർ ആ ബിഗ് ബോസ് ഹൗസിൽ നിർജ്ജീവമായി നിൽക്കുന്നു എന്നുള്ളതാണ്. അവരൊരു ആക്ടിവിറ്റിയുടെ ഭാഗമാവുന്നില്ല. വഴക്കുകളോ സംസാരങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഗെയിം, ഒരു അടവ് പുറത്തെടുക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും തന്നെ രേണുവിൻ്റെ ഭാഗത്തു നിന്ന് കാണുന്നില്ല. അക്ബർ പിണക്കം മാറാൻ വേണ്ടി പുറകെ നടന്നിരുന്ന ഒരു സമയവും അതിന് അവർ മാപ്പ് കൊടുത്തതുമായിട്ടുള്ള കാര്യങ്ങളെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ രേണുവിന് അവിടെ ഒരു ഗെയിമില്ല. നമ്മൾ ഈ നിർഗുണം എന്നൊക്കെ പറയുന്നത് പോലെ ആ ഒരു അവസ്ഥയിലാണ് ഈ 1 hour എപ്പിസോഡിനെ കൂടി വെച്ചുകൊണ്ട് വിലയിരുത്തുമ്പോൾ എനിക്കും ഫീൽ ചെയ്യുന്നത്. പക്ഷേ അത് അവരെ അവതരിപ്പിച്ച രീതി, നോമിനേറ്റ് ചെയ്തപ്പോൾ അവതരിപ്പിച്ച ഒരു രീതി ഒരു ഫൺ ആംഗിളിൽ അവരെ മോശമായിട്ട് കാണിക്കുക എന്നുള്ളതല്ല, ഒരു ഫൺ ആംഗിളിൽ നോക്കുമ്പോൾ രസമുണ്ടായിരുന്നു അത് കേൾക്കാൻ. ശരത്ത് ഒനീലിനെ നോമിനേറ്റ് ചെയ്യുന്ന സമയത്ത് അയാളൊരു മാസ്കും വെച്ച് കുറേ കുതന്ത്രങ്ങളുമായി ഇങ്ങനെ നടക്കുകയാണ് എന്ന് പറയുന്നുണ്ടായിരുന്നു. ആദ്യമായിട്ടാണ് ശരത്തൊക്കെ ഒരാളെക്കുറിച്ച് അല്ലെങ്കിൽ ഒരാളുടെ ഗെയിമിനെ കുറിച്ച് വിലയിരുത്തുന്നത് കേൾക്കുമ്പോൾ മനസ്സിലാക്കി തുടങ്ങിയല്ലോ എന്ന് പറയുന്നൊരു ആംഗിൾ ഫീൽ ചെയ്ത്. ജിസേൽ വന്ന് നോമിനേറ്റ് ചെയ്യുമ്പോൾ അനുവിനെ നോമിനേറ്റ് ചെയ്തതുപോലെ ആദില നൂറ ആ കോമ്പിനേഷനെ കൂടി അവർ നോമിനേറ്റ് ചെയ്തിട്ടുണ്ട്. അവർക്കിവിടെ സ്വന്തമായ ഒരു ഗെയിമില്ല. ദാറ്റ്സ് അബ്സല്യൂട്ട്ലി ട്രൂ. ഇന്നത്തെ ഒരു എപ്പിസോഡിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നൂറ നെവിനോട് ബഹളം വെച്ച് കുറച്ച് ശബ്ദമുണ്ടാക്കി എന്നുള്ളതും അതിനുശേഷം കിച്ചണിലെ ബഹളം കഴിഞ്ഞ് ആദില അനുമോളുടെ അടുത്ത് ചെന്ന് വളരെ സ്ട്രോങ് ആയി ഇത് നിൻ്റെ തോന്നലാണ്, നീ ജിസേലിനെതിരെ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയുന്നൊരു കാര്യം മുഖത്ത് നോക്കി ചോദിക്കുന്നതും സംഭവിച്ചില്ലായിരുന്നെങ്കിൽ ജിസേൽ പറഞ്ഞത് കണ്ടിന്യൂ ചെയ്യുകയാണ് എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വന്നേനെ. കാര്യം വളരെ ഡൗൺ ആയിരുന്നു അവരുടെ ഗെയിം. എന്തായാലും ഈ നോമിനേഷൻ പരിപാടികളൊക്കെ കഴിഞ്ഞപ്പോൾ ഏറ്റവും കൂടുതൽ ഞെട്ടലുണ്ടായിരുന്നത് ഒരാളുടെ മുഖത്താണ്. അതറിഞ്ഞ് എല്ലാവരും ഞെട്ടി, കണ്ടുകൊണ്ടിരുന്ന നമ്മളും ഞെട്ടി. അനീഷ് നോമിനേഷനിലില്ല ഗൈസ്. അതായത് അനീഷ് ആസ് എ കോമണർ കഴിഞ്ഞ ആഴ്ച അയാൾ രക്ഷപ്പെട്ടത് മിഡ് വീക്ക് എവിക്ഷൻ വന്നിട്ടാണ് എന്ന് വിശ്വസിക്കുന്ന ആളുകളാണ് പുറത്തുനിന്ന് ഗെയിം കാണുന്നത് നമ്മളൊക്കെ. ഇപ്രാവശ്യം അനീഷിനെ ജനവിധിക്ക് അയക്കാൻ ഇവർക്കൊക്കെ എളുപ്പമായിരുന്നു. ഇവരെല്ലാവരും ഈ പരസ്പരമുള്ള ദേഷ്യങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞു. വളരെ കുറച്ച് ആളുകളാണ് ഗെയിമിനെ വിലയിരുത്തിക്കൊണ്ട് സംസാരിച്ചത്. പക്ഷേ ഒരാൾക്ക് പോലും അനീഷിനെ നോമിനേറ്റ് ചെയ്യാൻ തോന്നിയില്ല. ആദില നൂറ നോമിനേഷനിൽ വന്നിട്ടില്ല, പക്ഷേ അവരെ നോമിനേറ്റ് ചെയ്ത ഒരാളുണ്ടായിരുന്നു. രേണുവും ഈ വീക്കെൻഡ് എവിക്ഷൻ ലിസ്റ്റിൽ വന്നിട്ടില്ല, പക്ഷേ രേണുവിനെ നോമിനേറ്റ് ചെയ്ത ഒരാളുണ്ടായിരുന്നു. അനീഷിനെ ആരും നോമിനേറ്റ് ചെയ്തിട്ടില്ല. ഏറ്റവും വലിയ ഞെട്ടലുണ്ടായത് അനീഷിന് തന്നെയാണ്. ശരിക്കും ഒരു ഗെയിം പെർസ്പെക്റ്റീവിൽ നോക്കുമ്പോൾ അനീഷിനെ ശരിക്കും ഒരു ജനവിധി തേടാൻ അയക്കുക എന്ന് പറയുന്ന ഒരു കാര്യം അവർ ഈ ആഴ്ച ചെയ്യണമായിരുന്നു. ആസ് എ കോമണർ അയാൾക്ക് എന്ത് സപ്പോർട്ടുണ്ട്, ചിലപ്പോൾ അയാൾ ഔട്ടാവില്ലായിരിക്കും, പക്ഷേ ഔട്ടായിട്ടില്ലെങ്കിൽ പോലും അയാൾക്ക് എന്ത് ജനസമ്മതിയാണ് പുറത്തുള്ളത് എന്നറിയാൻ വേണ്ടിയിട്ട് ഇവർക്ക് എല്ലാവർക്കും കിട്ടുന്നൊരു അവസരമായിരുന്നു. ഇപ്പോൾ അനീഷിൻ്റെ ഗെയിം ഡൗൺ ആണ്. കാരണം വേറെ കുറച്ച് ആളുകൾ പൊളിറ്റിക്സ് അതുപോലെയുള്ള കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ പൊങ്ങി നിൽക്കുകയാണ്. അപ്പോൾ അനീഷ് സമാധാനത്തിൽ എല്ലാത്തിനെയും വാച്ച് ചെയ്യുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. ഈ അവസരത്തിൽ അയാൾ നിങ്ങൾ വെറുതെ വിട്ട് കഴിഞ്ഞാൽ നാളെ അയാൾക്ക് കുറച്ച് ഉയർന്നു നിൽക്കാനും എല്ലാവരും ചാടി അടിക്കാനുള്ള അവസരം കിട്ടുമ്പോൾ അയാൾ നല്ലോണം ഉപയോഗിക്കും. ആസ് എ ഗെയിമർ അനീഷ് സ്ട്രോങ് ആയിട്ടാണ് പല കാര്യങ്ങളും ഡീൽ ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോൾ ഡൗൺ ആയിട്ട് നിൽക്കുന്നു എന്നുള്ളതുകൊണ്ട് അയാളെ വെറുതെ വിടാൻ പാടില്ലായിരുന്നു. പക്ഷെ ആരും അയാളെ നോമിനേറ്റ് ചെയ്തില്ല. എന്തായാലും സരിക കോൺവെർസേഷൻ നടക്കുന്നുണ്ട്. മറ്റേ ഇൻ്റർവ്യൂ കുറച്ച് മുമ്പ് നടന്നല്ലോ, അതിൻ്റെ ആ ഒരു സങ്കടമൊക്കെ സരികയുടെ ഉള്ളിൽ ഇങ്ങനെ വന്നിട്ടുണ്ട്. അവർക്ക് പുറത്തൊരു ഇമേജ് വളരെ മോശമാവുമോ എന്ന് പറയുന്നൊരു പേടി ഉണ്ടെന്നുള്ളത് എല്ലാവർക്കും മനസ്സിലായി.
പക്ഷേ അക്ബറും ശരത്തും കൂടി ഇരുന്ന് ശാരികയെ ഭയങ്കരമായിട്ട് കോർണർ ചെയ്തു, ഭയങ്കരമായിട്ട് കുറ്റപ്പെടുത്തുകയാണ്. ഇവർ ഈ ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്ന സമയത്ത് ഈ രണ്ടുപേരും അപ്പുറം ഇപ്പുറം ഇരിപ്പുണ്ടായിരുന്നു, ഫുൾ സപ്പോർട്ടായിരുന്നു. പക്ഷേ സരികയ്ക്ക് വിഷമമായി എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ സരികയ്ക്ക് വേണ്ടി വാദിച്ച് ബഹളം വെച്ച് ശാരികയെ ഒറ്റപ്പെടുത്തുക എന്ന് പറയുന്ന ഒരു കാര്യമാണ് ഇവർ ചെയ്തത്. എന്തായാലും ശാരികയ്ക്ക് അതിലൊരു സങ്കടം തോന്നി എന്നുള്ളത് നമുക്ക് പിന്നീട് മനസ്സിലാവും. ശാരിക സരികയും കൂടി വിളിച്ചുകൊണ്ട് പോയി ക്യാമറയുടെ മുന്നിൽ നിന്ന് മാപ്പ് പറഞ്ഞ് സരികയുടെ ഹസ്ബൻഡിനോട് ഇതുപോലൊരു ഭാര്യയെ കിട്ടുക നിങ്ങളുടെ ഭാഗ്യമാണ്, ഇവരൊരു നല്ല സ്ത്രീയാണ്, അത്രയും മികച്ച ആളാണ് എന്നൊക്കെ പറയുന്ന ഒരു സർട്ടിഫിക്കറ്റ് ഒക്കെ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ അവർ രണ്ടുപേരും കെട്ടിപ്പിടിച്ച് കരയുന്നുണ്ട്. ശാരികയ്ക്ക് സ്വന്തം ലൈഫിൽ കിട്ടാതെ പോയൊരു കാര്യം സരികയ്ക്കുണ്ട് എന്ന് പറയുന്ന ആ ഒരു ഡയലോഗ് പറയുമ്പോൾ അവരത് വളരെ പേഴ്സണലായിട്ടാണ് എടുക്കുന്നത്. അവർക്കത് ശരിക്കും വിഷമമായിട്ടുണ്ട്. വളരെ ആത്മാർത്ഥമായിട്ടാണ് അവർ കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നത്. ആ പ്രശ്നം എന്തായാലും അവിടെ സെറ്റിലായി. പക്ഷേ അതിനുശേഷം ശാരിക സംസാരിക്കുന്ന സമയത്ത് നെവിനോട് പറയുന്നുണ്ട്, എന്നെ അവർ ടാർഗറ്റ് ചെയ്തതാണ്, അക്ബർ ഇങ്ങനെ ടാർഗറ്റ് ചെയ്തതാണെന്നുള്ളത്. അപ്പോൾ തന്നെ നെവിനും പറയുന്നുണ്ട്, പുറത്തിറങ്ങിയാൽ എനിക്ക് കാണണ്ട എന്നുള്ള ഒരാളാണ് അക്ബർ എന്ന്. അതിനുശേഷം നമ്മൾ വീണ്ടും അനുമോളുടെ കണ്ണീർ കഥകളിലേക്ക് കിടക്കുകയാണ്. അനുമോൾ ശരിക്കും ഈ എല്ലാ ദിവസത്തെയും ഒരു ടോട്ടൽ ബിഗ് ബോസ് എപ്പിസോഡ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ 7:30 മണിക്ക് സീരിയൽ അല്ലെങ്കിൽ 9 മണിക്ക് സീരിയൽ എന്നൊക്കെ പറയുന്ന പോലെ കൃത്യം സീരിയലിൻ്റെ സമയം വെച്ചിട്ട് ഒരു പെർട്ടിക്കുലർ കാര്യത്തിന് കരയുക എന്നുള്ളതാണ്. ഇപ്പോൾ എന്തായാലും ചപ്പാത്തിക്കള്ളിയാണ് പുള്ളിക്ക് കിട്ടിയിട്ടുള്ള ഏറ്റവും സങ്കടകരമായിട്ടുള്ള കാര്യം. അനുമോൾ കരയാന്ന് പറഞ്ഞാൽ മറ്റേ പുതപ്പൊക്കെ മൂടി പുതച്ചാണ് കരയുന്നത്. എൻ്റെ കണ്ണീരാരും കാണണ്ട എന്നുള്ള ആംഗിളായിരിക്കും. പക്ഷേ കൃത്യമായി ക്യാമറയ്ക്ക് ഒരു പ്രൊഫൈൽ ലുക്കൊക്കെ കൊടുത്ത് ചരിഞ്ഞ് അങ്ങനെയൊക്കെ നിന്നിട്ടാണ് പുള്ളിക്കാരി കരയുന്നത്. 19 വയസ്സുള്ള ആ കുട്ടി, ഞാൻ ആ കുട്ടിയെ നല്ല രീതിക്കേ നോക്കിയിട്ടുള്ളൂ, എല്ലാ കാര്യത്തിനും ഞാൻ കൂടെ നിന്നിട്ടുണ്ട്, എന്നിട്ട് എന്നെ ചപ്പാത്തി കള്ളിയിൽ നിന്ന് വിളിച്ചു എന്നുള്ളതാണ് അവരുടെ സങ്കടം. അതിൻ്റെ കൂടെ ശൈത്യയാണ് അടുത്തിരിക്കുന്നത്. ശൈത്യക്ക് ഉപദേശമൊക്കെ കൊടുക്കുന്നുണ്ട്, നമ്മൾ നല്ലത് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് നല്ലതേ വരൂ എന്ന് പറയുന്ന ഒരു കാര്യം. അപ്പോൾ ബാക്കിയുള്ളവർക്കോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അവർക്കുള്ളത് ദൈവം കൊടുക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നതെന്ന് അനുമോൾ പറയുന്നുണ്ട്. ദൈവത്തിന് പിന്നെ ബിഗ് ബോസ് കണ്ട് വോട്ട് ചെയ്യുക എന്നുള്ളതാണല്ലോ ജോലി. എന്തായാലും അനുമോളോട് അങ്ങനെ മോശമായി സംസാരിച്ചു എന്നുള്ളത് കൊണ്ടാണ് ഞാൻ അവളെ നോമിനേറ്റ് ചെയ്തത് എന്ന് ശൈത്യ അനുമോളോട് പറയുന്നുണ്ട്. അതും അനുമോൾ വിശ്വസിക്കുന്നുണ്ടാവും. അതിനുശേഷം കണ്ട ഒരു കാര്യം, അതെനിക്ക് പേഴ്സണലി എനിക്ക് ഭയങ്കര വിഷമം തോന്നിപ്പോയി. അഭിലാഷ് കൺഫെഷൻ റൂമിൽ ഇരിപ്പുണ്ട്. അപ്പം ഇതുവരെയുള്ള ഗെയിം എങ്ങനെയുണ്ട്, ഇപ്രാവശ്യത്തെ സീസൺ എങ്ങനെയുണ്ട് എന്നൊക്കെ ചോദിക്കുമ്പോൾ അഭിലാഷ് ആക്ച്വലി അദ്ദേഹത്തിൻ്റെ സംസാരം കേൾക്കുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നത് പുള്ളി ഭയങ്കര ഡിസ്റ്റർബ്ഡാണ്, ഭയങ്കര കൺഫ്യൂസ്ഡാണ്. ആദ്യത്തെ ദിവസം വന്ന് വഴക്കിട്ട് ബഹളമൊക്കെ ഉണ്ടാക്കി നിന്ന് നോക്കി. പക്ഷേ അവിടുന്ന് പുള്ളിക്ക് കിട്ടിയത് ലാലേട്ടനൊക്കെ വന്ന സമയത്താണെങ്കിലും ഇത്രയും ദേഷ്യപ്പെടലും അഗ്രസീവായിട്ടുള്ള നേച്ചറും നല്ലതല്ല എന്നുള്ളൊരു ബോധ്യം പുള്ളിക്ക് വന്നിട്ടുണ്ട്. പക്ഷേ ആ ഒരു അതുവരെ ഉണ്ടായിരുന്ന ബഹളവും കാര്യങ്ങളൊക്കെ മാറ്റി നിർത്തി കഴിഞ്ഞപ്പോൾ ഞാൻ ഈ ചെയ്യുന്നത് ശരിയാണോ, എൻ്റെ റൂട്ട് ശരിയാണോ, ഞാനല്ലേ എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരുപാട് കൺഫ്യൂഷൻസ് അയാൾക്കുണ്ട്. അങ്ങനെ ഒരു ചേഞ്ച് നമുക്ക് വരുമ്പോഴേ അങ്ങനെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും. അത് വളരെ ജെന്യുവൻ ആയിട്ടുള്ളൊരു കൺഫ്യൂഷനാണ്. ആ കൺഫ്യൂഷനിൽ അയാളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ എന്നെനിക്ക് തോന്നിയായിരുന്നു. കുറച്ചൊന്ന് മനസ്സിലാക്കാൻ ഒരാളുണ്ടായിരുന്നെങ്കിൽ, അതിൻ്റെ അകത്ത് എന്തെങ്കിലുമൊക്കെ മിണ്ടി പറഞ്ഞിരിക്കാൻ നല്ലൊരു സുഹൃത്ത് ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഒനീലിനെയാണ് അങ്ങനെ ഒരു സുഹൃത്തായിട്ട് അദ്ദേഹം കാണുന്നതെന്ന് ബിഗ് ബോസിനോട് പറയുന്നുണ്ട്. ഒനീലൊരു നല്ല സുഹൃത്താണോ ബെസ്റ്റ് ഫ്രണ്ടാണോ എന്നുള്ളതിനേക്കാളൊക്കെ സംസാരിക്കുന്നത് കേൾക്കാൻ ഒരാളുണ്ടാവുക എന്നുള്ളത് അഭിലാഷ് വളരെയധികം ആഗ്രഹിക്കുന്നുണ്ട്. അയാൾക്ക് വീട് മിസ് ചെയ്യുന്നുണ്ട് എന്നൊക്കെ അയാൾ പറയുമ്പോൾ അയാളുടെ ബോഡി ലാംഗ്വേജിലൊക്കെ ആക്ച്വലി അയാൾക്ക് ഭയങ്കരമായിട്ട് വീട് മിസ് ചെയ്യുന്നുണ്ട്. ഈ ഭയങ്കര ബഹളം ഉണ്ടാക്കുന്ന ആൾക്കാരിൽ ചില ആൾക്കാരുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ തിണ്ണമെടുക്കുന്നൊക്കെ പറയില്ലേ, അതൊരു നെഗറ്റീവ് സെൻസിൽ പലരും പറയാറുണ്ട്. പക്ഷേ എൻ്റെ തിണ്ണമെടുക്കെന്ന് പറയുന്നത് ഇത് എൻ്റെ വീടിൻ്റെ തിണ്ണയാണ്, എൻ്റെ വീടിൻ്റെ ബാൽക്കണിയാണ്. ഇവിടെ നിൽക്കുമ്പോൾ ഇത് എൻ്റെ പ്രോപ്പർട്ടിയാണ്, എൻ്റെ വീട്ടുകാരെൻ്റെ കൂടെ ഉണ്ട്, ഞാൻ ഭയങ്കര സ്ട്രോങ് ആണ്, എനിക്ക് ആരുടെ മെക്കിട്ടും കയറാൻ ധൈര്യം വരും. പക്ഷേ അവിടുന്ന് ഞാൻ പുറത്തിറങ്ങി കഴിയുമ്പോൾ ഈ പറയുന്നൊരു ബാക്കപ്പ് എനിക്ക് ഇല്ലാതിരിക്കുമ്പോൾ ഞാൻ അനുഭവിക്കുന്നൊരു വേണോ വേണ്ടയോ, ഞാനിങ്ങനെ ചെയ്താൽ ശരിയാവോ, എന്തെങ്കിലും സംഭവിച്ചാൽ എൻ്റെ കൂടെ ആരെങ്കിലും ഉണ്ടാവോ എന്നൊക്കെ പറയുന്നൊരു കൺഫ്യൂസ്ഡ് സ്റ്റേറ്റ് ഉണ്ട്. പുള്ളി അങ്ങനെ ഒരു പാവത്താനാണ് എന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അതിൻ്റെ കൂടെ പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെൻറ്റ് അത് എത്ര ആളുകൾക്ക് കൃത്യമായി മനസ്സിലാവുമെന്നറിയില്ല. വൈഫിനെ കുറിച്ച് ചോദിക്കുമ്പോൾ പുള്ളിക്കാരിയുടെ മുഖം ഓർമ്മ വരുന്നില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഭാര്യയുടെ മുഖം മറന്നു എന്നൊക്കെ പറഞ്ഞ് വളരെ ചീപ്പായിട്ട് ട്രോൾ ഉണ്ടാക്കാൻ നടക്കുന്ന, കുറ്റം പറയാൻ നടക്കുന്ന ചില ആളുകളൊക്കെ ഇറങ്ങി തിരിച്ചേക്കാം. ഒരു ഭയങ്കര സങ്കടകരമായിട്ടുള്ള അവസ്ഥയാണ്. നമ്മൾ ഭയങ്കര സങ്കടത്തിലേക്ക് വന്ന് ഒത്തിരി കൺഫ്യൂഷൻസൊക്കെ ആകുമ്പോൾ നമുക്ക് പ്രിയപ്പെട്ടതും നമ്മളെ സ്റ്റേബിളാക്കി വെക്കാൻ പറ്റുന്നതുമായ ചില കാര്യങ്ങൾ മനസ്സിലേക്ക് വരില്ല. ഇപ്പോൾ ഡിപ്രഷൻ ബാധിച്ചിട്ടുള്ള ആളുകളെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അവരുടെ ചുറ്റും എല്ലാവിധ സന്തോഷങ്ങളും സൗകര്യങ്ങളും എടുത്തു കൊടുക്കാനുള്ള എല്ലാം ഉണ്ടെങ്കിലും അവരതൊന്നും കാണില്ല. ആ സമയത്ത് മൈൻഡ് ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിരിക്കും, ഭയങ്കര ആങ്ഷ്യസ് ആയിരിക്കും. അഭിലാഷ് അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ടാവില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ എത്താതിരിക്കട്ടെ. പക്ഷേ ഈ കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ഒരു സ്റ്റേജിൽ അയാൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട അയാളുടെ എല്ലാ കാര്യങ്ങളും നോക്കിയിരുന്നത് അദ്ദേഹത്തിൻ്റെ പ്രൊമോ എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവും. രാവിലെ വിളിച്ച് എണീപ്പിക്കുന്നതും ചായ കൊടുക്കുന്നതും അങ്ങനെ തുടങ്ങി ആ പുള്ളിയുടെ എല്ലാ കാര്യങ്ങളും നോക്കിക്കൊണ്ടിരുന്ന വൈഫ് എന്ന് പറയുമ്പോൾ അയാൾക്ക് അവരെ മിസ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഓർത്തിട്ട് മുഖം വരുന്നില്ല, അല്ലെങ്കിൽ ഹാപ്പിയറായിട്ടിരുന്ന ആ മൊമെൻറ്റ്സ് ഓർത്തെടുക്കാൻ നോക്കിയിട്ട് വരില്ല. അത് അയാളുടെ കുറ്റമോ അയാൾക്ക് ഇവരോട് ആത്മാർത്ഥമില്ലാത്തതോ ഇഷ്ടമില്ലാത്തതോ അല്ല, അയാളുടെ മനസ്സ് കൺഫ്യൂസ്ഡ് ആയിരിക്കുന്ന ഒരു സ്റ്റേജിലാണ്. ഞാൻ ഈ പോകുന്ന റൂട്ട് കറക്റ്റാണോ, ശരിക്കുള്ള ഞാൻ ഇതാണോ, അതോ ആദ്യം ബഹളം ഉണ്ടാക്കിക്കൊണ്ടിരുന്ന ഞാനാണോ,
എനിക്ക് ഭയങ്കര സങ്കടം തോന്നി അഭിലാഷ് സംസാരിക്കുന്നത് കേട്ടിട്ട്. അഭിലാഷിന് സംസാരിക്കാൻ നല്ലൊരു കൂട്ട് കിട്ടട്ടെ, അയാളുടെ ഗെയിമിലേക്ക് വളരെ സ്ട്രോങ് ആയി തിരിച്ചു വരട്ടെ. പിന്നെ ട്രോളും മീമൊക്കെ അടിച്ചിറക്കുന്നവന്മാരോടൊക്കെ പറയാനുള്ളത്, നിങ്ങൾ എന്ത് വേണേലും ചെയ്തോ, ഇതൊരു മനുഷ്യൻ്റെ ഏറ്റവും നിസ്സഹായമായ അവസ്ഥകളിൽ ഒന്നാണ്. അതിനെ പരിഹസിക്കാൻ വേണ്ടിയിട്ട് ഈ പരിപാടി ഉപയോഗിക്കരുത്. പിന്നെ നമ്മൾ കാണുന്നതാണ് വഴക്കോംക്ക് വഴക്ക്, രാസവഴക്കെന്ന് പറയുന്ന പോലെ. അതായത് നെവിൻ അടുക്കളയിൽ നിന്ന് കുക്ക് ചെയ്യാണ്, ബിന്നി അത് ചോദ്യം ചെയ്യുന്നുണ്ട്, ഉരുളക്കിഴങ്ങ് പരിപാടി എന്തൊക്കെയാണ്. അപ്പോൾ ജിസയിലും തൊട്ടപ്പുറത്ത് അടുക്കളയുടെ ഭാഗമായിട്ടുള്ള ചില ജോലികൾ ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റും. ഓഫ് കോഴ്സ് തൊട്ടടുത്ത് ഒനിയിലും നിൽപ്പുണ്ട്. ആ സമയത്ത് പിന്നീട് അപ്പാനിശരത്ത് പറയുന്നത് വെച്ചിട്ട് കുളിമുറി പോയ പാവം അപ്പാനിശരത്തിനെ കുളിമുറിയുടെ ഡോറ് മുഴുവൻ കുലുക്കി ബഹളം വെച്ച് ഇപ്പം ഇറങ്ങി വരണമെന്ന് പറഞ്ഞ് പാവം ആ മനുഷ്യൻ എന്ത് പരിപാടിക്ക് പോയതാണോ. പുള്ളി ആ പണി മുഴുവിപ്പിക്കാൻ വിടാതെ അനുമോളും കൂട്ടരും വേഗം കിച്ചണിലേക്ക് വിളിച്ചുകൊണ്ട് വരികയാണ്. അപ്പോൾ ഇവരുടെ പ്രശ്നം, അനുമോളുടെ പ്രശ്നം, ജിസയിൽ എങ്ങനെ അവിടെ വന്നു, ജിസയിൽ എന്തിനാ അവിടെ കയറി. അവിടെ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന നെവിനെക്കുറിച്ച് അനുമോൾ സംസാരിക്കുന്നില്ല. നെവിൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, ഞാൻ കിച്ചൺ ക്യാപ്റ്റൻ്റെ പെർമിഷൻ എടുത്തിട്ടാണ് ഈ കാര്യം ചെയ്യുന്നത് എന്നുള്ളത്. അപ്പോൾ ബിന്നി അനുമോളോട് പിന്നീട് സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നുണ്ട് ജിസൈൽ വെജിറ്റേറിയൻ ആണ്, അവർക്ക് കുറച്ച് ഭക്ഷണമാണ് ഉച്ചയ്ക്ക് കഴിക്കാൻ പറ്റിയത്, വിശക്കുന്നുണ്ടാവും, അപ്പോൾ എന്തെങ്കിലും ഭക്ഷണം വേണമെന്ന് പറഞ്ഞു. അപ്പോൾ അവർ കുക്ക് ചെയ്ത് കഴിക്കുന്നു. അപ്പം കിച്ചൺ ക്യാപ്റ്റനും ഓക്കെയാണ്, ടീം ക്യാപ്റ്റനും ഓക്കെയാണ്. പിന്നെ ഇവിടെ ആർക്കാണ് പ്രശ്നം എന്നുള്ളതാണ് ചോദ്യം. അപ്പം അനുമോൾ ചോദിക്കുന്നത്, നമ്മളൊക്കെ വന്നപ്പോൾ ഇവരൊക്കെ ഓടിച്ചു വിട്ടിട്ടുണ്ടല്ലോ എന്നുള്ളതാണ്. നമ്മൾ ഞങ്ങൾ ഇതൊക്കെയാണ് അനുമോൾ ഒരാളെ അക്യൂസ് ചെയ്യുമ്പോൾ ഉപയോഗിക്കുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത്. അത് വെറുതെ ചുമ്മാ ആളെ കൂട്ടാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ ഈ ഒരു ആരോപണം കേൾക്കുമ്പോൾ കേട്ടോണ്ട് നിൽക്കുന്ന ആൾക്കും തോന്നും ശരിയാ, കുറേ പേർക്കൊക്കെ ബാധിക്കപ്പെട്ടിട്ടുണ്ടാകും. അങ്ങനെയൊന്നുമില്ല, അനുമോളുടെ മാത്രം കാര്യമാണ് അനുമോൾ പറയുന്നത്. പക്ഷേ ഇവരെല്ലാവരും ഉണ്ടായിരുന്നു, ഞങ്ങളെല്ലാവരും ഉണ്ടായിരുന്നു, ഞങ്ങൾക്ക് എല്ലാവർക്കും ബുദ്ധിമുട്ടുണ്ടായി എന്ന് പറയുന്ന ആ വാക്ക് പ്രയോഗങ്ങൾ, അതൊക്കെ ഒരു മാനിപ്പുലേഷൻ സ്ട്രാറ്റജിയുടെ ഒക്കെ ഭാഗമാണ്. ഇതിൻ്റെ ഇടയിൽ ക്യാപ്റ്റനും കുക്കിംഗ് ടീം ക്യാപ്റ്റനും തമ്മിലുള്ളൊരു കോൺവെർസേഷൻ എനിക്ക് കുറച്ച് ഹീറോയിക് പരിപാടിയൊക്കെ ആയിട്ട് തോന്നി. അതായത് ആര്യൻ നിൽക്കുന്ന സ്ഥലത്തേക്കാണ് കിച്ചൺ ക്യാപ്റ്റനായിട്ടുള്ള അനീഷിനെയും കൊണ്ട് അനുമോൾ വരുന്നത്. അപ്പോൾ അനീഷ് സ്വാഭാവികമായും അവിടെ നിൽക്കുന്ന എല്ലാവരോടും സംസാരിക്കണമല്ലോ. അപ്പോൾ ആര്യനോട് സംസാരിക്കാൻ പോകുമ്പോൾ, ആര്യൻ എന്നോട് സംസാരിക്കുമെന്ന് പറയുമ്പോൾ അനുമോൾ പറയുന്നത് ഇവനോടൊന്നും സംസാരിക്കേണ്ട, ഇവനോടൊന്നും സംസാരിച്ചിട്ട് കാര്യമില്ല എന്നുള്ളതാണ്. പിന്നീട് അനുമോൾ കരഞ്ഞുകൊണ്ട് പുള്ളിയുടെ ഒരു സ്വതസിദ്ധമായ ശൈലിയിൽ ആളുകളെ കുറ്റം പറയുന്നുണ്ട്. നെവിൻ്റെയും ആര്യൻ്റെയും ഒക്കെ ബെസ്റ്റ് ഫ്രണ്ടാണ് ജിസൈൽ എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് അവരുടെ സൈഡേ അവർ പറയുള്ളൂ എന്നുള്ളതൊക്കെയാണ്. എന്തായാലും ആര്യൻ്റെ അടുത്ത് ഇവനോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, നീ പോടാ എന്ന് പറയുമ്പോൾ ആര്യൻ നീ പൊടി എന്ന് 3 പ്രാവശ്യം പറഞ്ഞ ശേഷം നീ പറ എന്ന് ക്യാപ്റ്റൻ്റെ മുഖത്ത് നോക്കി സംസാരിച്ചിട്ട് അനുമോൾക്ക് മുഖം കൊടുക്കാതിരിക്കുന്നത്, ഇതൊക്കെ അനുമോളെ ഭയങ്കരമായിട്ട് ബാധിക്കും. ഒരു കോൺവെർസേഷനിൽ ഞാനാണ് രാജാവ്, ഞാനിപ്പോൾ ഇവിടെ നീതി വാങ്ങിക്കും എന്നൊക്കെ വിചാരിച്ച് നിൽക്കുമ്പോൾ ഇങ്ങനൊരു മാറ്റി നിർത്തൽ അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കും. അപ്പോൾ സംസാരിച്ച് വരുമ്പോൾ എന്താണ്, കുക്കിംഗ് ടീം ക്യാപ്റ്റനും ബിഗ് ബോസിൻ്റെ ക്യാപ്റ്റനും പറഞ്ഞിട്ടുണ്ട് കുക്ക് ചെയ്തോളാൻ. അത് ആർക്ക് വേണമെങ്കിലും, അതായത് വിശന്നിരിക്കുന്നവർക്ക് ആഹാരം കൊടുക്കുക എന്നുള്ളതാണ് പരിപാടി, ഇവിടെ നിങ്ങൾ ഗെയിം കളിക്കരുത് എന്ന് ആര്യനും പറയുന്നുണ്ട്. അങ്ങനെ അവർ തമ്മിൽ സംസാരിച്ചു, സംഭവം സെറ്റിലായി. അനുമോൾ പറഞ്ഞു വന്ന പരാതി ഇല്ലാണ്ടായിപ്പോയി. അത് അനുമോൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാവുന്നുണ്ട്. പൊട്ട ക്യാപ്റ്റൻ എന്ന് വിളിച്ചിട്ടാണ് അനുമോൾ അവിടെ നിന്ന് ഇറങ്ങുന്നത്. അത് അപ്പാനിശരത്തിന് ഭയങ്കരമായിട്ട് കൊണ്ടു. ഞാൻ നേരത്തെ പറഞ്ഞു, വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം നിങ്ങൾ ആലോചിച്ച് നോക്കൂ. നമ്മളിപ്പോൾ കുളിക്കാൻ മനസ്സുകൊണ്ട് ഒരുങ്ങി വെള്ളമൊക്കെ പിടിച്ച് വെച്ച് കുളിക്കാൻ റെഡി ആയിട്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ ഇപ്പോൾ വന്നേ പറ്റൂ എന്ന് പറഞ്ഞ ഒരാൾ വിളിച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമ്മൾ ഭയങ്കര ഡിസ്റ്റർബ്ഡ് ആവും. പിന്നെ നമ്മുടെ ഉത്തരവാദിത്വം കൂടി ആയതുകൊണ്ട് പോകാതിരിക്കാനും പറ്റില്ല. അങ്ങനെ ഒരു ജോലിയുടെ പാതി വഴിക്ക് നിൽക്കുകയാണ് അപ്പാനിശരത്ത്. അവിടുന്ന് വിളിച്ചുകൊണ്ട് വന്ന് പ്രശ്നത്തിൽ ഇടപെട്ട് പ്രശ്നം സോൾവ് ചെയ്ത് കഴിയുമ്പോൾ പൊട്ടൻ എന്നൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ ആർക്കായാലും ദേഷ്യം വരും. അപ്പാനിശരത്ത് ഭയങ്കര വയലൻ്റ് ആവുന്നുണ്ട്, പക്ഷേ കുറച്ച് കൂടുതൽ വയലൻ്റ് ആയിപ്പോയി എന്നുള്ളതാണ് അവിടുത്തെ പ്രശ്നം. വളരെ അഗ്രസീവായിരുന്നു, അനുമോളുടെ അടുത്തേക്ക് ചാർജ് ചെയ്ത് ചെല്ലുമായിരുന്നു. അത് വളരെ മോശമായിട്ടുള്ള കാര്യമാണ്. അനുമോൾ വായി തോന്നിയതൊക്കെ വിളിച്ചു പറഞ്ഞു, വളരെ മോശമായിട്ടാണ് സംസാരിക്കുന്നത്. ജിസൈലിനോടുള്ള അവരുടെ കലിപ്പ് മുഴുവൻ, അല്ലെങ്കിൽ ജിസൈലിനെ അടുക്കളയിൽ കയറ്റി, കാര്യം ജിസൈൽ അടുക്കളയിൽ നിന്ന സമയത്ത് എല്ലാവർക്കും കൃത്യമായിട്ട് ഭക്ഷണം കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് എല്ലാവരും പറയുന്നത്. അങ്ങനെ അടുക്കളയിൽ കയറി കൈയടി വാങ്ങാൻ വേണ്ടിയിട്ട് തന്നെ ആയിരിക്കണം അനുമോൾ കിച്ചൺ ചോദിച്ച് വാങ്ങിച്ചിട്ടുണ്ടാവുക. കിച്ചൺ ക്യാപ്റ്റൻ തനിക്കാവണമെന്ന് അനുമോൾ ഒരുപാട് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. അപ്പോൾ ആര്യൻ പറയുന്നുണ്ട്, ഇതുകൊണ്ടാണ് നിന്നെ ക്യാപ്റ്റൻ ആക്കാതിരുന്നത്. നീ ഇങ്ങനെ ഹൈറാർക്കി പറയുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനാണ് വലുത്, അവർ ചെറുത്, ഇവർ കയറാൻ പാടില്ല, അത് ചെയ്യാൻ പാടില്ല, ഇത് ചെയ്യാൻ പാടില്ല എന്ന് പറയുന്ന അയിത്തം കൽപ്പിക്കും എന്നെനിക്കറിയാവുന്നത് കൊണ്ടാണ് നിന്നെ കിച്ചൺ ക്യാപ്റ്റൻ ആക്കാതിരുന്നത് എന്ന് ആര്യൻ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അതൊക്കെ ആര്യൻ്റെ ഒരു ഗംഭീര സ്ട്രാറ്റജി ആയിരുന്നു എന്ന് ഞാൻ പറയും. കാര്യം കിച്ചണിൽ ഈ പറയുന്ന പാർഷ്യാലിറ്റി വന്നു കഴിഞ്ഞാൽ അത് വെറുതെ കുറേ പ്രശ്നങ്ങളുണ്ടാകും. ഒരു പാർഷ്യാലിറ്റിക്കുള്ള സ്കോപ്പ് ഇട്ട് കൊടുക്കാഞ്ഞിട്ട് തന്നെ ഇതാണ് അവസ്ഥ. അപ്പോൾ ഒരു ലീഡർഷിപ്പ് കിട്ടിയിരുന്നെങ്കിൽ ഇത് കുറേയും കൂടി വലിയ പ്രശ്നമാകുമായിരുന്നു. എന്തായാലും ഞാൻ ഇനി കിച്ചണിലില്ല എന്നൊക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് അനുമോൾ അവിടെ നിന്ന് ചാടി ഇറങ്ങി പോകുന്നു. അപ്പാനിശരത്തിനെ കുറേ മോശമായിട്ട് സംസാരിക്കുന്നു. അതിൽ ഈ പൊട്ടനുള്ള വിളിക്ക് ശേഷം ആ ആർഗ്യുമെൻറ്റ് മുന്നോട്ട് പോയി അനുമോൾ പറയുന്നത്, നീ ഒരുത്തം കാരണം ഒരു പെണ്ണിനെ പറഞ്ഞു വിട്ടു എന്നുള്ളതാണ്. ദാറ്റ് ഈസ് എ വെരി സീരിയസ് പരിപാടി.
അതിനപ്പുറത്തേക്ക് ഇവിടെ ചിരിയും കളിയൊന്നുമില്ല. അക്ബറിന് അത് ഭയങ്കരമായിട്ട് കൊണ്ടിട്ടുണ്ട്. കാര്യം അക്ബറും അപ്പാനി ശരത്തും അതുപോലെ RJ ബിൻസിയും അവർ നല്ല ഒരു ടീമായിട്ട് കളിക്കാൻ വേണ്ടിയിട്ടുള്ള കുറേ പ്ലാനുകളും കാര്യങ്ങളും ഇട്ടിരുന്നു. ബിൻസി അവിടെ നിന്ന് ഇറങ്ങി പോകുന്ന സമയത്ത് അപ്പാനി ശരത്തിനെയാണ് നന്നായിട്ട് കളിക്കണം, ഓൾ ദി ബെസ്റ്റ്, കപ്പടിക്കണം എന്നൊക്കെ ആശംസിച്ചിട്ട് പോകുന്നത്. അപ്പോൾ അങ്ങനെ ഒരാൾ അവിടെ നിന്ന് പോകുന്ന ആ ഒരു കാര്യം കഴിഞ്ഞ ഉടനെ നീ കാരണമാണ് പെണ്ണിനെ പറഞ്ഞു വിട്ടത് എന്ന് പറയുമ്പോൾ അപ്പാനി ശരത്ത് വളരെ മോശമായ ഒരു കാര്യം ചെയ്തയാളാണ് എന്നാണ് പറയുന്നത്. സ്വാഭാവികമായും അപ്പാനി ശരത്തിൻ്റെ ഫ്രണ്ടും അതുപോലെ തന്നെ ബിൻസിയുടെയും കൂടി ആ ടീമിലുണ്ടായിരുന്ന ഒരാളെന്നുള്ള നിലയ്ക്ക് അക്ബർ ഭയങ്കരമായിട്ട് ചൂടാവുന്നുണ്ട്, കുറേ ഷൗട്ട് ചെയ്യുന്നുണ്ട്, കുറച്ച് മോശം വാക്കുകൾ ഉപയോഗിച്ചിട്ടുണ്ട്. നിനക്ക് മൊണ്ണാന്നൊക്കെ പോലെയുള്ള പ്രയോഗങ്ങൾ പറയുമ്പോൾ എനിക്ക് തിരിച്ചും പറഞ്ഞുകൂടെ എന്നൊക്കെ, അല്ലെങ്കിൽ ഇടി ബോഡിയിൽ നിന്ന് വിളിച്ചുകൂടെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പക്ഷേ അക്ബർ അതിൻ്റെ ഇടയിൽ ഒരു തെറി പറഞ്ഞെന്ന് തോന്നുന്നു. എന്തായാലും അത് മ്യൂട്ട് ചെയ്ത് പോയിട്ടുണ്ട്. അതുപോലെ അനുമോളുടെ ഏറ്റവും ചീപ്പസ്റ്റ് ഓഫ് ദി ചീപ്പസ്റ്റ് സ്ട്രാറ്റജി എന്ന് ഞാൻ പറയുന്നത്, ഒരാളോട് സംസാരിച്ച് ജയിക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ഒരാളുമായിട്ട് കോമ്പറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, അപ്പം തന്നെ ഒരു പെണ്ണ് കേസിലേക്ക് അയാളെ പിടിച്ചിടുക എന്നുള്ളതാണ്. ഇപ്പോൾ അക്ബറിൻ്റെ ആദ്യത്തെ കേസ് എടുത്ത് നോക്കുകയാണെങ്കിൽ അക്ബറിൻ്റെ നോട്ടം ശരിയല്ല എന്നങ്ങ് പറയുകയാണ്. അക്ബറുമായിട്ട് കോമ്പറ്റ് ചെയ്ത് നിൽക്കാൻ പറ്റുന്ന ഒരാളാണെന്ന് തോന്നിയിരുന്നെങ്കിൽ ആ സ്ട്രാറ്റജി അവിടെ ഇറക്കില്ലായിരുന്നല്ലോ. പക്ഷേ അക്ബറിൻ്റെ നോട്ടം ശരിയല്ല എന്നങ്ങ് പ്രഖ്യാപിച്ചു. അത് കഴിഞ്ഞാൽ ഇപ്പോൾ അപ്പാനി ശരത്തിൻ്റെ അടുത്ത് സംസാരിച്ച് ജയിക്കാൻ പറ്റുന്നില്ല. കാര്യം അപ്പാനി ക്യാപ്റ്റനാണ്, മറ്റേ ബിഗ് ബോസിൻ്റെ ക്യാപ്റ്റനും സമ്മതിച്ചു, അവരവിടെ കുക്ക് ചെയ്യുന്നു, അനുമോൾക്ക് പറയാനൊന്നുമില്ല. അപ്പോൾ അപ്പാനി ശരത്തിനെ തോപ്പിക്കാൻ വേണ്ടി പറയുന്നത് ബിൻസിയുടെ പേര് ചേർത്തിട്ടാണ്. പെണ്ണ് കേസ് ആരോപിക്കുക എന്നുള്ളതാണ് അനുമോളുടെ ഏറ്റവും ചീപ്പസ്റ്റ് സ്ട്രാറ്റജി എന്ന് പറയുന്നത്. അങ്ങനെ അക്ബറും അനുമോളും തമ്മിൽ ബഹളമുണ്ടായി. അവിടെ ഇനി അധികം നേരം നിന്നാൽ ശരിയാവില്ല, ഗ്രൗണ്ട് സപ്പോർട്ട് കിട്ടില്ല എന്ന് കൃത്യമായി മനസ്സിലായിട്ട് തന്നെയാണ് അനുമോൾ ഓടി റൂമിലേക്ക് കയറുന്നുണ്ട്, ബെഡ്റൂമിലേക്ക് കയറുന്നുണ്ട്. ആ ഡോർ അടയുന്നതിന് മുമ്പ് ശൈത്യ ഒച്ചത്തിൽ പറയുന്നത് നമുക്ക് കേൾക്കാനും പറ്റും, നീ എന്തിനാ ആവശ്യമില്ലാത്ത പ്രശ്നം ഉണ്ടാക്കുന്നത്. ആക്ച്വലി അത് ആവശ്യമില്ലാത്ത പ്രശ്നമായിരുന്നു. ജിസേൽ ഉണ്ടായിരുന്ന സമയത്തും മറ്റ് കിച്ചൺ ടീമുകൾ ഉണ്ടായിരുന്ന സമയത്തും ഒരാൾക്ക് വിശക്കുന്നുണ്ട്, ഫുഡ് വേണമെന്നാണെങ്കിൽ ഫുഡ് ഉണ്ടാക്കുക, കഴിക്കുക. അതിൽ കിച്ചൺ ടീമിൻ്റെ പെർമിഷൻ എടുക്കണം എന്നുള്ളതല്ലേ ഉള്ളൂ. അവിടെ ഒരു ക്യാപ്റ്റൻ ഉണ്ടല്ലോ. പിന്നെ എന്തിനാണ് ഇവർ ഈ പ്രശ്നം ഉണ്ടാക്കുന്നത്? മാത്രമല്ല അനുമോളുടെ ആകെയുള്ള പ്രശ്നം ജിസേൽ അടുക്കളയിൽ കയറി എന്നുള്ളതാണ്. നെവിൻ എന്തിനാണ് എക്സ്ട്രാ കുക്ക് ചെയ്തത്, അല്ലെങ്കിൽ നമ്മുടെ റേഷൻ കുറയും എന്നുള്ളതാണ്. ഇങ്ങനെയുള്ള കൃത്യമായ കാരണങ്ങളൊന്നും അവർക്കില്ല. അത് കഴിഞ്ഞ് ആദില, നൂറ, ശൈത്യ ഇവർ ഇത്രയും പേര് ചേർന്നിട്ട് അനുമോളെ സംസാരിച്ച് മനസ്സിലാക്കിക്കാൻ ചെല്ലുന്ന സമയത്ത് നമ്മളെ ഒന്നും അടുക്കളയിൽ കയറ്റിയിട്ടില്ലല്ലോ എന്ന് അനുമോൾ ചോദിക്കുമ്പോൾ ആദില പറയുന്നുണ്ട് ജിസേൽ എന്നെ അടുക്കളയിൽ കയറ്റിയിരുന്നു എന്നുള്ളത്. അപ്പോൾ അനുമോളുടെ വാദം അവിടെ പൊളിഞ്ഞു. ആദില, നൂറ അവർ അനുമോളുടെ ഒരു സ്ട്രാറ്റജിയിൽ വെറുതെ ഒരു ഒഴുക്കിന് പോകുക എന്നുള്ളതിനപ്പുറത്തേക്ക് എന്തെങ്കിലും ഒന്ന് പ്രതികരിച്ച് കാണുന്നത് തീർച്ചയായും വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ്. കൃത്യമായി അനുമോളെ ചോദ്യം ചെയ്യുക, അതായത് അനുമോളുടെ ടാർഗറ്റ് എന്തായിരുന്നു എന്നുള്ളത് ആദിലേക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ട്, അവരത് ചോദ്യം ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞ് ശരത്ത് ടോയ്ലറ്റിൽ പുറത്ത് അവിടെ കസേരയിൽ താടിക എടുത്തിരിക്കുന്ന ഒരു ഇരിപ്പുണ്ട്. ആ ഇരിപ്പ് കണ്ടപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര സങ്കടം തോന്നി. ആ സങ്കടത്തിൻ്റെ കൂടെയാണ് അനീഷ് ചെന്ന് അപ്പാനി ശരത്തിനെ ആശ്വസിപ്പിക്കുന്നത്. നമുക്ക് അങ്ങനെയൊക്കെ തോന്നും, പക്ഷെ നമ്മൾ കൺട്രോൾ ചെയ്യണം എന്നാണ് പറയുന്നത്. അതിനുശേഷം ലേശം വെള്ളം എടുക്കട്ടെ എന്നുള്ള ചോദ്യം കൂടി ചോദിക്കുന്നുണ്ട്. അപ്പോഴാണ് അപ്പാനി ശരത്ത് നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം, എടാ ഞാൻ കുളിമുറി കയറിയുള്ള ആളിയാ, എന്നെ ഇവിടെ ഭയങ്കര ബഹളമൊക്കെ വെച്ചിട്ട് എന്നെ വിളിച്ചുകൊണ്ട് പോയിട്ടാണ് ഞാനതിൽ ഇടപെട്ട് എന്ന് പറയുന്നുണ്ട്. ഒരാളുടെ പ്രാഥമികമായിട്ടുള്ള കുറേ ആവശ്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതിന് പോലും സമ്മതിക്കാതെ വിളിച്ചിറക്കിക്കൊണ്ട് വന്ന് ഈ കലാപം ഉണ്ടാക്കാൻ മാത്രമുള്ളൊരു വിഷയം അവിടെ സംഭവിച്ചിട്ടില്ല. അങ്ങനെ ഒരാളെ വിളിച്ചുകൊണ്ട് പോയി അയാളുടെ മെക്കിട്ട് കയറി അയാൾക്ക് നേരെ സ്ത്രീകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആരോപണങ്ങൾ ഉന്നയിക്കാമെന്ന് വരെ, അതായത് ഉറക്കത്തിൽ നിന്ന് വിളിച്ചിട്ട് നിങ്ങൾ ചോറില്ല എന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല, ആ ചോറും കലത്തിന് തലക്കടിക്കാമോ? എന്തായാലും കുറച്ച് സമയത്തിന് ശേഷം പ്രശ്നങ്ങളൊക്കെ രമ്യമായി പരിഹരിക്കപ്പെടുന്നുണ്ട്. അപ്പോൾ അപ്പാനി ശരത്ത് റൂമിലേക്ക് കയറി ചെല്ലുന്നു, അനുമോൾ കെട്ടിപ്പിടിക്കുന്നു. അപ്പോൾ ഇവരുടെ പുറകിലായിട്ട് ആര്യൻ നിൽപ്പുണ്ട്. നമ്മൾ രണ്ടുപേരും തമ്മിലുള്ള പ്രശ്നത്തിൽ മൂന്നാമതൊരാൾ ഇടപെടരുത് എന്നൊക്കെയുള്ള രീതിയിലൊരു സംസാരമാണ് അനുമോൾ പറയുന്നത്. ആര്യനെ പുറകിൽ നിർത്തിയിട്ടേ. ആര്യനും അപ്പാനി ശരത്തും കൂടിയാണ് ഈ പറയുന്ന കുക്കിംഗ് പരിപാടികളിലൊക്കെ പെർമിഷൻ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുള്ളത്. ഇതിൻ്റെ കൂടെ അനുമോൾ 2 പ്രാവശ്യം അപ്പാനി ശരത്തിൻ്റെ കാല് തൊട്ട് മാപ്പ് പറയുന്നുണ്ട്. ഈ കാല് തൊട്ട് മാപ്പ് പറയുക എന്ന് പറയുന്നത്, നമ്മളൊരാളുടെ നെഞ്ചത്തൊരു 3-4 കുത്തൊക്കെ കുത്തി കഴിഞ്ഞിട്ട് കാല് തൊട്ട് വണങ്ങിക്കഴിഞ്ഞാൽ പ്രശ്നങ്ങളില്ലാതാവുമോ? കാര്യം അനുമോൾ ആ തുടങ്ങി വെച്ച ചർച്ച പിന്നീട് അങ്ങോട്ട് ഏറ്റുപിടിക്കുന്നത് ഷാനവാസാണ്. അതും ഏറ്റവും ചീപ്പായിട്ടുള്ള, ഏറ്റവും മൃഗീയം എന്നല്ലേ പറയുന്നത്. ഒരു മനുഷ്യജീവിയോടൊക്കെ എന്തെങ്കിലും പരിഗണന ഉണ്ടെങ്കിൽ ഇങ്ങനൊരു ഗെയിമിൽ ഇത്രയും ക്യാമറ തന്നെ നോക്കി നിൽക്കുന്നു എന്ന് മനസ്സിലാക്കിയിട്ടും ഷാനവാസ് ആ കാർഡിറക്കി എന്നുള്ളത് വളരെ മോശമായിപ്പോയി. അനുമോൾ കാല് പിടിക്കുന്നു, മാപ്പ് പറയൽ പരിപാടിയൊക്കെ ഉണ്ടാവുന്നു. അപ്പാനി ചേർത്ത് സാരമില്ല എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് മാപ്പ് പറയുന്നുണ്ട്. അപ്പോൾ അപ്പാനിക്ക് വേണ്ടി ബഹളം ഉണ്ടാക്കി അക്ബറിൻ്റെ അവസ്ഥ എന്താ? ആ അവസ്ഥ എന്തായിരുന്നു എന്നറിയണമെന്നുണ്ടെങ്കിൽ അത് നെവിനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളൊരു വിഷയമാണ്. നെവിനും ജിസയിലും തമ്മിൽ ഹഗ് ചെയ്യുന്നതിനെക്കുറിച്ച് അക്ബർ ഒരു കൗണ്ടർ പറഞ്ഞു. അപ്പോൾ അക്ബറിനെ ഒരു സദാചാരവാദി എന്നുള്ള രീതിയിൽ അങ്ങനെ ഒരു ഡിസ്കഷൻ അവിടെ ഇങ്ങനെ നടന്നു പോകുന്നുണ്ട്. അക്ബറിൻ്റെ ഭാഗത്ത് തെറ്റൊന്നുമില്ല എന്ന് അപ്പാനി ശരത്ത് അക്ബറിൻ്റെ അടുത്ത് രഹസ്യമായിരുന്ന് സംസാരിക്കുന്നുണ്ട്. രഹസ്യം പറയാമെന്നൊക്കെ പറഞ്ഞാൽ ഇങ്ങനെ ശബ്ദം കുറച്ച് കഴിഞ്ഞാൽ ഇനി കേൾക്കണമെന്നുണ്ടെങ്കിൽ 2 പേരും മുഖം ഒട്ടിച്ചു വെക്കണം എന്ന് പറയുന്ന അത്രയും ശബ്ദം താഴ്ത്തി അവർക്ക് ഈ ഒരു ആൾക്കൂട്ടത്തിൻ്റെ ഇടയിൽ ഇരുന്നൊക്കെ സംസാരിക്കാൻ പറ്റുന്നുണ്ട്. എന്തായാലും അവർ ആ സംസാരവുമായി പുറത്തേക്ക് ഇറങ്ങുന്നു. പുറത്തിറങ്ങിയതിന് ശേഷവും ജിസേലിൻ്റെ അടുത്തും ഒക്കെ ഈ കാര്യം സംസാരിക്കുന്നുണ്ട്. ഇവിടുത്തെ വിഷയം എന്ന് വെച്ചാൽ ഈ സ്ത്രീകളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങളാണ് സ്ത്രീകളും പുരുഷന്മാരും ഒക്കെ എടുത്ത് പൊക്കി പിടിച്ചുകൊണ്ട് നടക്കുന്നത്. ജിസേലിനെ നെവിൻ ഹഗ് ചെയ്തു.
ജിസേലിനൊരു കുഴപ്പമില്ല. നെവിൻ മറ്റൊരു ഉദ്ദേശത്തോടു കൂടി അല്ല ചെയ്തതെന്ന് ജിസേലിന് ഉറപ്പുള്ളപ്പോൾ നെവിൻ അതിൽ കുഴപ്പമില്ലാത്തപ്പോൾ കണ്ടു നിൽക്കുന്ന നിങ്ങൾ എന്തിനാണ് ആവശ്യമില്ലാതെ അതിൽ കുഴപ്പം കണ്ടെത്തുന്നത്? ഇതാണ് അവിടുത്തെ ബേസിക് ചോദ്യം. ആ ചോദ്യം അവർ അക്ബറിനോട് ചോദിക്കുന്നുണ്ട്. അക്ബർ പല കാര്യങ്ങളൊക്കെ പറഞ്ഞ് അതിനെ ന്യായീകരിക്കാനും ശ്രമിക്കുന്നുണ്ട്. ഇതിൻ്റെ ഇടയിൽ സംസാരം നീണ്ടൊക്കെ പോയിട്ടാണ് ഷാനവാസ് ശരത്തിന് നേരെ തിരിയുന്നത്. എൻ്റെ ഗെയിം ഡിഫൻസ് ആണ്, ഞാൻ ഇതുവരെ നിങ്ങൾ കളിക്കുന്ന പോലെ ഗ്രൂപ്പീസ് ഒന്നും കളിച്ചിട്ടില്ല, നീ ആ അനുമോളുമായിട്ടുള്ള മറ്റേ പ്രശ്നം ഉണ്ടായ സമയത്ത് ഞാൻ തുറക്കാതിരുന്നത് അത് എൻ്റെ മാന്യതയാണ്, ഞാൻ പുറത്തിരിക്കുന്ന പെങ്ങളെ ഓർത്തിട്ടാണ് എന്നൊക്കെ പറയുന്ന പോലെ ഒരുപാട് സീരിയൽ ഡയലോഗുകളൊക്കെ ഷാനവാസ് പറയുന്നുണ്ട്. ആരെയാണ് ഉദ്ദേശിക്കുന്നത്? പുറത്തിരിക്കുന്ന പെങ്ങൾ എന്ന് പറയുമ്പോൾ ഒന്നെങ്കിൽ ഔട്ടായി പോയ ബിൻസിയാണ്, അല്ലെങ്കിൽ അപ്പാനിശരത്തിൻ്റെ വൈഫിനെയാണ് ഉദ്ദേശിക്കുന്നത്. അവർ പ്രഗ്നൻ്റ് ആണ് എന്നുള്ളത് ഇവരൊക്കെ അകത്തേക്ക് പോകുമ്പോഴുള്ള പ്രൊമോ വീഡിയോയിൽ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അങ്ങനെ ഒരു സിറ്റുവേഷനിൽ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ഒരുമിച്ചിരിക്കണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ഒരു സമയത്ത് അപ്പാനിശരത്ത് ഇങ്ങനെ ഒരു ഷോയിൽ വന്നിട്ടുണ്ടെങ്കിൽ ഈ ഷോയുടെ ഭാഗമാകുക എന്നുള്ളത് അപ്പാനിശരത്തിന് വളരെ ആവശ്യമുള്ളൊരു ഘട്ടമാണ്. അത് ഏത് കാരണം കൊണ്ടുമാവാം. അപ്പോൾ അങ്ങനെ അയാൾ ആ ഒരു ഷോയിൽ വന്ന് നിൽക്കുമ്പോൾ പുറത്ത് ഇങ്ങനെ ഒരാളുണ്ട് എന്ന് വരുമ്പോൾ ഫാമിലിയിലേക്ക് കാര്യങ്ങൾ ചൂണ്ടപ്പെടുമ്പോൾ തീർച്ചയായും അപ്പാനിശരത്ത് അത് ഭയങ്കര ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു കാര്യമായിട്ട് മാറും. അപ്പാനിശരത്തിനെ വിടൂ, അപ്പുറത്ത് പ്രഗ്നൻ്റ് ആയിട്ടുള്ളൊരു ലേഡിയല്ലേ ഉള്ളത്. ഇത് ഷാനവാസിനെ അറിയാഞ്ഞിട്ടേ അല്ല, ഷാനവാസ് അത് തന്നെയാണ് എടുത്തു പറയുന്നത്. കഴിഞ്ഞ ആഴ്ചത്തെ എവിക്ഷൻ വന്നപ്പോൾ ഞാൻ പറഞ്ഞു അപ്പാനിശരത്ത് രക്ഷപ്പെട്ടു എന്ന്. നിങ്ങൾ എന്തർത്ഥത്തിലാണ് അത് പറയുന്നത്? എന്ത് ബന്ധത്തെക്കുറിച്ചാണ് നിങ്ങൾ സംസാരിക്കുന്നത്? അതിനുശേഷം ജിസൈലിൻ്റെയും അപ്പാനിശരത്തിൻ്റെയും അക്ബറിൻ്റെയും കൂടെയുള്ള സംസാരത്തിൽ അവരൊരു ലവ് സ്ട്രാറ്റജി വർക്ക് ചെയ്യാൻ നോക്കി എന്നുള്ള രീതിയിലൊരു സംസാരവും വരുന്നുണ്ട്. ഷാനവാസ് ഇടക്കിടക്ക് പറയുന്നുണ്ട് നിൻ്റെ ഫാമിലിയെ തൊട്ട് ഞാൻ കളിക്കില്ല എന്ന്. പക്ഷേ ഏറ്റവും സെൻസിറ്റീവ് ആയിട്ടുള്ളൊരു വിഷയത്തിന് ഫാമിലിയെ കൂടി കണക്ട് ചെയ്തുകൊണ്ടാണ് ഷാനവാസ് ആ സംസാരിക്കുന്നത്. അപ്പാനിശരത്ത് പുറകെ നടന്ന് പറയുന്നുണ്ട് നിങ്ങളിത് വളച്ചൊടിക്കല്ലേ, നിങ്ങൾക്കറിയാത്ത കാര്യം വളച്ചൊടിക്കല്ലേ, ഗെയിമിനെ ഗെയിമായിട്ട് കാണൂ എന്നുള്ളതാണ്. നിങ്ങൾ എന്നോട് ഗെയിം കളിക്കൂ, നിങ്ങൾ എനിക്കിട്ടൊന്ന് തരുമ്പോൾ ഞാനത് 10 തിരിച്ചു തരും, നിങ്ങളത് വീണ്ടും ഇരട്ടിയായിട്ട് തിരിച്ചു തരും, അതാണ് ഇവിടുത്തെ ഗെയിം എന്ന് അപ്പാനിശരത്ത് ക്ലിയർ കട്ടായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഷാനവാസ് പറയുന്നത് എൻ്റെ ഗെയിം ഇതാണെന്നുള്ള രീതിയിലാണ് അയാൾ സംസാരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ സംസാരത്തിൽ നിന്നും പറഞ്ഞിട്ടുള്ള പോയിന്റ്സിൽ നിന്നും വ്യക്തമാണ് ലാലേട്ടൻ കഴിഞ്ഞ ആഴ്ച സംസാരിച്ച് പോയിട്ടുള്ള കാര്യങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾ സേഫാണ് ഇരുന്നോളൂ എന്ന് പറഞ്ഞത്. ഇതൊക്കെ ഷാനവാസിന് വൻ കോൺഫിഡൻസ് കൊടുത്തിട്ടുണ്ട്. അപ്പാനിശരത്തിനെയും അക്ബറിനെയും ഗ്രൂപ്പുകളെയാണ് എന്ന് പറയുന്നത് അത് താൻ കൂടി ഇടപെടേണ്ട ഒരു വിഷയമായിട്ടൊക്കെ പുള്ളി കണ്ടുവച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ അപ്പാനിയും അക്ബറിനെയും ഇങ്ങനെ ട്രീറ്റ് ചെയ്യണമെന്ന് ലാലേട്ടൻ പോയതിന് ശേഷം ഷാനവാസിനൊരു ധൈര്യം വന്നിട്ടുണ്ട്, പുറത്തുള്ള സപ്പോർട്ടിനെ കുറിച്ചൊരു ധാരണ വന്നിട്ടുണ്ട്. ഇതൊക്കെയും ഇയാൾ ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ ഇതെല്ലാം ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് മാന്യമായ ഗെയിം കളിക്കാം. 2 പ്രശ്നങ്ങളാണ്. ഒന്ന്, ഒരാൾ അവിടുന്ന് ഔട്ടായി പോയ ആൾ പുറത്തിരുന്നതെല്ലാം കാണുന്നുണ്ട്. അയാളെയും അയാളുടെ കുടുംബത്തിനെയും അയാളുടെ ഭാവിയെയും ഒക്കെ ബാധിക്കുന്ന രീതിയിലാണ് ഇവർ ഈ വർത്തമാനങ്ങൾ മുഴുവൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. 2, ഈ ഓരോ ആളുകൾക്കും പുറത്തൊരു വ്യക്തിജീവിതമുണ്ട്. അക്ബറിനാണെങ്കിലും ഷാനവാസിനാണെങ്കിലും ശരത്തിനാണെങ്കിലും അതുപോലെ നെവിനാണെങ്കിലും ഇവർക്കെല്ലാം പുറത്തൊരു ജീവിതമുണ്ട്. ആ ജീവിതം ആയിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളെ വേദനിപ്പിക്കുന്ന രീതിയിലാണ് ഇവിടെ ഡിസ്കഷൻസ് പോയിക്കൊണ്ടിരിക്കുന്നത്. ബിൻസി പോകുമ്പോൾ എങ്ങനെയാണ് ശരത്ത് രക്ഷപ്പെടുന്നത്? അത് എന്തിൻ്റെ ബേസിലാണ് ഷാനവാസ് പറയുന്നത്? എന്നാൽ കാര്യങ്ങൾ എന്താണ് എന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന ശരത്തിനെ ഷാനവാസ് കേൾക്കുന്നില്ല. പോട്ടെ, ഷാനവാസിനോ വിവരമില്ല. ഈ ബിഗ് ബോസിൻ്റെ എപ്പിസോഡ് എഡിറ്റ് ചെയ്ത് പുറത്തേക്ക് വിടുന്ന ആളുകൾ എന്തുകൊണ്ട് ഇതൊന്നും ശ്രദ്ധിക്കുന്നില്ല എന്ന് എനിക്ക് മനസ്സിലായിട്ട്. പുറത്തുള്ള ഇവരുടെ ജീവിതം നിങ്ങൾക്കൊരു വിഷയമല്ലേ? പ്രഗ്നൻ്റ് ആയിരിക്കുന്ന അപ്പാനിശരത്തിൻ്റെ ഭാര്യ നിങ്ങളുടെ ഒരു വിഷയമല്ലേ? ഗെയിമിൽ കയറുന്നതിന് മുമ്പ് അയാളെ എഴുതി ഒപ്പിട്ട് വന്നിട്ടുണ്ട് എന്ത് വന്നാലും കുഴപ്പമില്ല എന്നുള്ളത് കൊണ്ട് നമുക്ക് എന്തും ചെയ്യാമെന്നാണോ? അറ്റ്ലീസ്റ്റ് ബിഗ് ബോസിനൊന്ന് അനൗൺസ് ചെയ്തൂടെ? പുറത്തിറങ്ങിപ്പോയിട്ടുള്ള ആളുകളുടെയും പിന്നെ പുറത്തുള്ള വ്യക്തിജീവിതത്തെ ബാധിക്കുന്ന കമൻറ്റുകൾ ഒഴിവാക്കണം എന്ന് എന്തുകൊണ്ടാണ് അനൗൺസ് ചെയ്യാൻ പറ്റാത്തത്? അത് കഴിഞ്ഞ് ഷാനവാസ് വീണ്ടും സ്കോർ ചെയ്യുന്നുണ്ട്. അത് അക്ബറിന് നേരെയാണ് സ്കോർ ചെയ്യാൻ ശ്രമിക്കുന്നത്. അക്ബറിൻ്റെ നോട്ടം ശരിയല്ല എന്ന് അനുമോൾ പറഞ്ഞതിനേക്കാൾ ഭീകരമായിട്ടുള്ള കാര്യമാണ് ഷാനവാസ് പറയുന്നത്. അക്ബർ ജിസേലിനെ മോശമായി നോക്കുന്നത് ഞാനത് കണ്ടിട്ടുണ്ട് എന്ന് അവനും കണ്ടിട്ടുണ്ട് എന്ന് ജിസേലിനെ പറഞ്ഞ് കൺവിൻസ് ചെയ്യാൻ നോക്കുകയാണ്. അപ്പോൾ ജിസേൽ അത് കേട്ടോണ്ടിരുന്നിട്ട് ചോദിക്കുന്നത് നിങ്ങളുടെ നോട്ടം ദേഷ്യമുള്ള നോട്ടമാണ്, ഓരോരുത്തരുടെ നോട്ടം ഓരോ രീതിയിലാണ് എന്നുള്ള രീതിയിലാണ് ജിസേൽ അത് പറയാൻ ശ്രമിക്കുന്നത്. അപ്പോൾ ഷാനവാസ് ചോദിക്കുന്നത് എൻ്റെ നോട്ടത്തിനെക്കുറിച്ച് എന്തിനാണ് ഇപ്പോൾ പറയുന്നത്? നമ്മൾ അക്ബറിൻ്റെ നോട്ടത്തിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്, അതിവിടെ സംസാരിച്ചാൽ മതി, എൻ്റെ നോട്ടം പറഞ്ഞിട്ട് നിങ്ങൾ ഫേവറിസം കാണിക്കരുത് എന്നാണ്. അതൊരു നല്ല റിപ്ലൈ അല്ല. ഏറ്റവും കുറഞ്ഞത് ജിസേൽ നിങ്ങളുടെ മുഖത്ത് നോക്കിയാണ് പറഞ്ഞത് നിങ്ങളുടെ നോട്ടത്തിലുള്ളത് ഇതാണെന്ന്. അതേപോലെ അക്ബറിനെയും കൂടി വിളിച്ചിരുത്തിയിട്ട് ഈ കാര്യം സംസാരിക്കുക എന്നുള്ളതാണ് മിനിമം മാന്യത പുറത്ത് നമ്മൾ ചെയ്യേണ്ടത്. ഇപ്പോൾ അനുമോള് ശൈത്യമായി ഡിസ്കസ് ചെയ്തിട്ടുള്ളതും അതുപോലെ അക്ബറിൻ്റെ നോട്ടം ശരിയല്ല എന്ന് പറഞ്ഞിട്ടുള്ളതും ഒക്കെ ലൈവായി എല്ലാ ടീംമേറ്റ്സിനെയും കാണിച്ചിട്ടുള്ളത് പോലെ ഷാനവാസ് ഈ പറഞ്ഞതും എല്ലാ ടീംമേറ്റ്സിനെയും വീക്കെൻഡ് എപ്പിസോഡിൽ കാണിക്കണം. ഇത് കേൾക്കുമ്പോൾ ഫാൻ ഫൈറ്റ് ആണല്ലോ മൊത്തത്തിൽ നടക്കുന്നത്. അപ്പോൾ നമ്മളിത് പറയുമ്പോൾ അനുമോളെക്കുറിച്ച് ശരത്ത് മോശമായി പറഞ്ഞിട്ടില്ലേ, അല്ലെങ്കിൽ അവിടെ വേറെയും ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മോശമായി പറഞ്ഞിട്ടില്ലേ? എല്ലാം തെറ്റാണ്. പേഴ്സണലി ഒരു വ്യക്തിയെക്കുറിച്ച് അയാളുടെ സ്വഭാവത്തെക്കുറിച്ച് മോശം കാര്യങ്ങൾ പറഞ്ഞ് പ്രചരിപ്പിക്കുന്നതും അത് ആൾക്കൂട്ടത്തിലാണെങ്കിലും അല്ലാതെ ആണെങ്കിലും പറഞ്ഞ് പ്രചരിപ്പിക്കുക എന്ന് പറയുന്നത് വളരെ മോശമായിട്ടുള്ളൊരു കാര്യമാണ്. അതിനെ തോൽപ്പിക്കേണ്ടത് അതേ രീതിയിൽ തന്നെ വൃത്തികേട് കാണിച്ചിട്ടല്ല. ഇവരുടെ ഈ വർത്തമാനങ്ങളൊക്കെ കേൾക്കുന്ന സമയത്ത് എനിക്ക് പറയാൻ തോന്നിയത് ഇത്രയേ ഉള്ളൂ, ബുദ്ധി വേണമെന്ന് പറയുന്നില്ല,
പക്ഷെ കുറച്ച് ബോധം വേണ്ടേ. അനിമോളുടെ പ്രശ്നം അവരൊക്കെ ഒരു ഗ്യാങ്ങാണ്, എല്ലാവരും അവരുടെ ഫേവറിസം കാണിച്ച് നടക്കുകയാണ്. ആ പറച്ചിൽ തന്നെയുണ്ട്, അനിമോൾക്ക് അത് കിട്ടുന്നില്ല. അതാണ് അനിമോളുടെ പ്രശ്നം. അതിലത് ചോദ്യം ചെയ്യുന്നുണ്ട്. നീ ഈ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നീയും അവരും തമ്മിൽ എന്ത് വ്യത്യാസമാണോ ഉള്ളതെന്ന്. ഷാനവാസും പറയുന്നത് അത് തന്നെയാണ്. അവരൊക്കെ ഗ്രൂപ്പ് കളിക്കുന്നു. അവരൊക്കെ ഗ്രൂപ്പ് കളിക്കുകയോ ഒറ്റയ്ക്ക് കളിക്കുകയോ എന്ത് പരിപാടി വേണമെങ്കിലും ചെയ്യും. പക്ഷേ അത് നിങ്ങൾക്ക് മറ്റുള്ള ആളുകളുടെ വ്യക്തിജീവിതത്തെ ബാധിക്കുന്ന കമൻറ്റുകൾ പറയാനോ ആരോപണങ്ങൾ ഉന്നയിച്ച് ഇതാണ് എൻ്റെ ഗെയിം എന്നൊക്കെ ഉറക്കെ വിളിച്ച് പറഞ്ഞു നടക്കാനുള്ള ഒരു ലൈസൻസ് അല്ല. ഞാൻ എല്ലാ ദിവസവും വീഡിയോ തുടങ്ങുമ്പോൾ പറയാണ്, ദിസ് ഈസ് എ ഗെയിം, ഇവിടെ എല്ലാം കണ്ടസ്റ്റൻസ് ആണ്, നമ്മളതിനെ അങ്ങനെ മാത്രം നോക്കി കണ്ടാൽ മതി, അത് അത്രേ ഉള്ളൂ എന്ന്. പക്ഷേ ഇന്നത്തെ എപ്പിസോഡ് കഴിയുമ്പോൾ എനിക്ക് പറയാൻ തോന്നുന്നത്, കുറച്ച് ആളുകൾ ഈ ഗെയിമിനെ ഇത് എടുക്കേണ്ടതല്ലാത്തൊരു സ്പിരിറ്റിൽ അതിഭീകരമാം വിധം കൈകാര്യം ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അവരെയൊക്കെ ഒന്ന് നിലയ്ക്ക് നിർത്തുന്നത് വളരെ നന്നായിരിക്കും. അനീഷ് ആദ്യത്തെ 2 ആഴ്ച ഭയങ്കര ബഹളം വെച്ചിട്ടുണ്ട്. പക്ഷേ ഒരു സ്ത്രീ വിഷയവുമായി ബന്ധപ്പെട്ട ആരോപണം ഒരാൾക്ക് മേൽ അടിച്ചേൽപ്പിക്കുക എന്ന് പറയുന്ന കാര്യം അയാൾ ചെയ്യുന്നതായിട്ട് ഞാൻ കണ്ടില്ല. അഭിലാഷ് ബഹളം വെച്ചിട്ടുണ്ട് ഒരുപാട്. രേണുസൂതി അവിടെ വെറുതെ ഇരിക്കുകയാണ് എന്നുള്ള കാര്യം ഞാൻ ഇപ്പോഴും പറയും. ആദില നൂറയെക്കുറിച്ച് പറയും. നെവിൻ്റെ കള്ളത്തരങ്ങളെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം. എല്ലാ ആളുകൾക്കും അവരുടേതായിട്ടുള്ള ഫ്ലോസ് ഉണ്ട്, എല്ലാവർക്കും അത്തരം ഫ്ലോസ് ഉണ്ടാവും. പക്ഷേ വ്യക്തിജീവിതങ്ങളെ ഭീകരമായി ബാധിക്കുന്ന ഒരു സ്ത്രീ വിഷയത്തിലേക്ക് ഒരാളെ കുരുക്കി ആരോപണങ്ങളുമായി ബന്ധപ്പെടുത്തി അയാളുടെ പുറത്തുള്ള ജീവിതത്തെ കൂടി ദുസ്സഹമാക്കുന്ന രീതിയിലുള്ള ആരോപണങ്ങൾ ഉണ്ടാവാതിരിക്കട്ടെ. ചപ്പാത്തിക്കള്ളി എന്നൊരു വിളി അത് ഇത്രയും വലിയ വേദനയായി കൊണ്ട് നടക്കുന്ന അനിമോൾക്ക്, അതായത് പുറത്തുള്ള ആണുങ്ങൾ ആരെങ്കിലും ചപ്പാത്തിക്കള്ളി എന്ന് വിളിക്കുമോ എന്നുള്ളത് ഇത്രയും വലിയ വിഷമമായി കൊണ്ട് നടക്കുന്ന അനിമോൾക്ക് ഒരു പെൺകുട്ടിയെ ഈ ഗെയിമിനകത്തുള്ള ഒരു പുരുഷനുമായി ബന്ധപ്പെടുത്തി ഒരു വർത്തമാനം പറഞ്ഞാൽ എന്തുമാത്രം ബുദ്ധിമുട്ടുണ്ടാവും എന്നുള്ളത് അറിയാഞ്ഞിട്ടൊന്നുമല്ല, ഇത് മനഃപൂർവ്വം ചെയ്യുന്നതാണ്. ഇതൊരു സ്ട്രാറ്റജി ആണെങ്കിൽ തുടരാൻ അനുവദിക്കാൻ പാടില്ലാത്ത ഒരു സ്ട്രാറ്റജി ആയിട്ട് ഞാനിതിനെ വിലയിരുത്തുന്നുള്ളൂ. ആകെ ആ കൂട്ടത്തിൽ ഈ കാര്യം ആദ്യമേ തന്നെ പറഞ്ഞ ഒരേ ഒരാൾ കലാഭവൻ സരികയായിരുന്നു. ഇവിടുന്ന് ഔട്ടായി പോയ ഒരു പെൺകുട്ടിയെ ഇതിലേക്ക് വലിച്ചഴക്കരുത്. കാര്യം അവരുടെ ഗെയിം കഴിഞ്ഞു, അവർ ഗെയിം കളിക്കാൻ വന്നു, അതിനകത്ത് അവർ ഗെയിം കളിച്ചിട്ടുണ്ട്, അവരുടെ സ്ട്രാറ്റജികൾ ഉപയോഗിച്ചിട്ടുണ്ട്. അനിമോൾ തന്നെ ആർ ജെ ബിൻസിയെ കൊണ്ടു നടന്ന് ഉപദേശിച്ചിട്ടുണ്ട്. ആർ ജെ ബിൻസി അനിമോളെ ആശ്വസിപ്പിക്കാൻ പോയിട്ടുണ്ട്. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ആ കുട്ടി അവിടെ നിന്ന് ഔട്ടായി. അവർ ആ പ്രധാന വാതിലൂടെ പുറത്തേക്ക് വരുമെന്ന് പറയുന്ന പരിപാടി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരുടെ ഗെയിം കഴിഞ്ഞു. ഇനി അവരുടെ ജീവിതത്തിന് ഈ ഗെയിം ബാധിക്കാൻ പാടില്ല. അവർ പുറത്തെന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കുന്നതിൻ്റെ ഭാഗമായിട്ടോ, ഇപ്പം ബിഗ് ബോസിൽ നിന്ന് ഔട്ടായി പോയ പല ആളുകളും പിന്നീട് അതിൻ്റെ വാലയെ പിടിച്ച് ഒരുപാട് വിവാദങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അങ്ങനെ എല്ലാ വള്ളിയും എൻ്റെ നേരെ വരട്ടെ എന്ന് ആഗ്രഹിക്കുന്ന ആളുകളെ കുറിച്ചല്ല പറയുന്നത്. ഇവിടുന്ന് ഇറങ്ങി ഇനി പേഴ്സണൽ ലൈഫിലേക്ക് പോകാൻ ശ്രമിക്കുന്ന, കരിയറിലേക്ക് ഫോക്കസ് ചെയ്യാൻ ശ്രമിക്കുന്ന ഒരാളെ ഇതിൻ്റെ അകത്തുള്ള പ്രശ്നങ്ങളിൽ വീണ്ടും ഇട്ട് കൂട്ടിക്കുഴയ്ക്കുന്നത് വളരെ മോശമാണ്. അത് കലാഭവൻ സരിക പറഞ്ഞു, പക്ഷേ സരിക പറഞ്ഞത് അധികാരം കേട്ടില്ല, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ആരും അവിടെ സംസാരിച്ചില്ല. അതുപോലെ തന്നെ നമ്മൾ ഈ പറയുന്നത് മുഴുവൻ അപ്പാനി ശരത്തിൻ്റെ ഭാര്യ പ്രഗ്നൻ്റ് ആണേ, അപ്പാനി ശരത്ത് പാവമാണേ, അപ്പാനി ശരത്തിനെ ആക്രമിക്കുന്നത്, അതുകൊണ്ട് അയാൾക്ക് വോട്ട് ചെയ്യൂ എന്ന് പറയാൻ വേണ്ടിയിട്ടൊന്നും അല്ല ഇത് പറയുന്നത്. അവിടെ ബാധിക്കപ്പെടുന്ന ഒരു സ്ത്രീ ഉണ്ട്. അവർ ഈ ഗെയിമിൻ്റെ ഭാഗമല്ല. ഈ ഗെയിമിൽ നിന്ന് ഔട്ടായി പോയ മറ്റൊരു പെൺകുട്ടിയുണ്ട്. അവരെന്തിനാണ് ഇതിലേക്ക് വരുന്നത്? ആ സ്ട്രാറ്റജിയെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. ഇതിൻ്റെ പേരിൽ അപ്പാനിക്ക് സഹതാപ വോട്ട് കിട്ടുക എന്ന് പറയുന്നത് അതും ഒരു പോസിറ്റീവ് ഘടകമല്ല. പക്ഷേ ഇതൊക്കെ മനസ്സിലാക്കണമെങ്കിൽ അതിൻ്റെ അകത്ത് കളിച്ചുകൊണ്ടിരിക്കുന്നവരും ഈ കളി പുറത്തുനിന്ന് കാണുന്നവരും എല്ലാവരും ഇതൊരു ഗെയിമാണെന്നും ഇതിനെ നമുക്ക് സരസമായി കാണാം. ഇതൊരു മൈൻഡ് ഗെയിമാണ്, അതിൻ്റെ ഭാഗമായിട്ട് കുറച്ച് പൊട്ടിത്തെറികളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷേ ഇത് കുറേ ആളുകളെ വ്യക്തിപരമായി ബാധിക്കരുത് എന്ന് ചിന്തിക്കുന്ന, ഇതിനൊരു ഗെയിമായി മാത്രം കാണുന്ന ഒരു രീതിയിലേക്ക് വന്നാലാണ് കാര്യങ്ങളൊക്കെ ശരിയാവുള്ളൂ. അപ്പോൾ അത് സംഭവിക്കട്ടെ. നിങ്ങളും ഇതിനൊരു ഗെയിമായിട്ട് കാണും. ഈ പുറത്തിറങ്ങിയിട്ടുള്ള ആളെയാണെങ്കിലും അല്ലെങ്കിൽ അകത്ത് നിൽക്കുന്ന ആളുകളെയാണെങ്കിലും അവരുടെ വ്യക്തി ജീവിതത്തെ അതിഭീകരമാം വിധം ബാധിക്കുന്ന രീതിയിലുള്ള ട്രോളുകളും മീമുകളും സൈബർ ബുള്ളിങ്ങും സംഭവിക്കാതിരിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് റിക്വസ്റ്റ് ചെയ്തുകൊണ്ട് നമ്മൾ ഈ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക.